ദിനത്തിൽ പരിശുദ്ധാത്മാവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങ് ഇന്ന് പകൽ നേരം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പ അങ്ങേ ആത്മാവിൽ ആരാധിക്കുവാൻ സ്വർഗം സഹായിച്ചു. പല വിഷയങ്ങളെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഇന്ന് പകൽ നേരം മാറ്റമില്ലാത്ത ജീവന്റെ വചനത്തിന്റെ മുമ്പാകെ വരുവാൻ സ്വർഗീയ പിതാവ് അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവങ്ങളുടെ തിരുകൃപയാൽ അങ്ങ് നിറയ്ക്കണം, ബലപ്പെടുത്തണമേ. ബന്ധനമില്ലാത്ത വചനത്തെ ഇന്ന് പകൽ നേരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യം വെളിപ്പെടുത്തുവാൻ സ്വർഗീയ പിതാവ് ഇടപെടണമേ. ഞങ്ങളുടെ ആലോചനകളെയും വചനങ്ങളെയും ഒപ്പം അങ്ങ് വെളിപ്പെടുത്തണമേ, തിരുഹിതം വെളിപ്പെടുത്തണമേ. ഏഴയാകുന്ന അടിയനപ്പന്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്ന ബലഹീനതയിലായിരിക്കുന്ന അടിയന്റെ മേലും ദൈവത്തിന്റെ അത്യന്തപരമായ ശക്തി പകർന്ന് ഇന്ന് പകൽ നേരം നിർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു നാമം തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് അടുത്ത് വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെയും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സോ നമ്മളുടെ ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതലുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. അപ്പോസ്തലനായ പൗലോസ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തെ നമ്മൾ സവിസ്താരം അതിനെ പരിശോധിക്കുമ്പോൾ സ്തോത്രം, അനാദി നിത്യതയിൽ ദൈവം തന്നെ മക്കൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് പൗലോസ് ആമുഖമായി ഇതിന്റെ 1-ാം അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയതിനു ശേഷം യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ വസിക്കുക എന്ന സ്തോത്രം നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ള മർമ്മത്തെ വളരെ വ്യക്തമാക്കി തരികയാണ്. കാര്യം പഴയ നിയമ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ എങ്ങും കാണുവാൻ കഴിയാത്ത അത്ഭുതമാണ് നമ്മൾ ലേഖനമാകുന്ന കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ ദൈവം വസിക്കുക, ജീവനുള്ള ദൈവം അവരിൽ വസിക്കുക, ജീവനുള്ള ദൈവം അവരിൽ വസിച്ചുകൊണ്ട് സ്വർഗീയ പ്രവർത്തികളെ ചെയ്യുക എന്നുള്ള വ്യത്യസ്തമായ അനുഗ്രഹമായ അതിശയകരമായ ഒരു ജീവിതത്തിലേക്ക് ദൈവമക്കളെ പ്രവേശിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുവാൻ ഇടയായിത്തീരുന്നത്. അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ മനുഷ്യരാൽ ചതിക്കപ്പെടരുത്. ചതി, പലവിധ ഉപദേശത്തിന്റെ ചതികളിലൂടെ കുഴഞ്ഞു പോകുന്ന പല അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അതിൻ്റെ അകത്ത് നമ്മൾ വീഴരുത് എന്നുള്ള വിഷയം വ്യക്തമായി കാണിക്കുന്ന കാര്യമാണ് അതിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ, നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മളിവിടെ കണ്ടെത്തുന്നത്. സ്തോത്രം, വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തെയാണ് കർത്താവ് ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത്. കർത്താവ് നമ്മോടുകൂടെ വസിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം, ക്രിസ്തു മാർഗത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവം നമ്മോടുകൂടെ വസിക്കുന്നത് നാം അനുഭവിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കുകയാണ്, നമ്മോടുകൂടെ ജീവിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ജീവനുള്ള ദൈവം തീരുകയാണ്. ആ കർത്താവ് നമുക്ക് ആലോചന പറഞ്ഞു തന്ന, നമ്മെ ഉപദേശിച്ചു വഴി നടത്തുന്ന ഭാഗ്യകരമായ അനുഭവത്തെയാണ് ഇവിടെ നമ്മൾ ലേഖനങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഭാഗ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുവാൻ കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്. യേശു ക്രിസ്തു വിശ്വസിക്കാൻ കാരണമായി തീർന്നത് പാപമില്ലാത്ത ഒരുവനാണ്. മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ജഡത്തിൽ അവതരിച്ചു. അവന്റെ പേര് നസറേനായ യേശു ക്രിസ്തു എന്നാണ്. അവൻ ദൈവത്തിന്റെ പ്രിയപുത്രനാകുന്ന യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്കൊക്കെയും ദൈവമക്കളാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുന്നത്. ഇന്ന് പകൽ നേരം ദൈവത്തിന്റെ പൈതലായി തീരുവാനാണ് കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര വലിയ ഭാഗ്യപദവി നമുക്ക് നൽകുമ്പോൾ കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്നത് കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. കർത്താവിന്റെ രാജ്യത്തിൽ ഓഹരിക്കാരനായി തീരുക എന്നുള്ള വലിയ പദ്ധതിയാണ് കർത്താവ് ഒരുക്കി തരുന്നത്. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ വായിക്കുമ്പോൾ ഇതിന്റെ 2-ാം അധ്യായം അത് വായിച്ച് അവസാനിപ്പിക്കുന്നത് പല വിഷയങ്ങളെ അവിടെ കാണുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അവിടെ പ്രധാനമായിട്ട് സ്തോത്രം 12-ാം അധ്യായം 12-ാം വാക്യം 2:12 വായിക്കുമ്പോൾ സ്നാനത്താൽ
നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ നാം ഉയർത്തെഴുന്നേറ്റവരാണ്. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ പഴയ മനുഷ്യനെ അടക്കി നാം പാപത്തിൽ നിന്ന് സ്തോത്രം നിത്യജീവനായി നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇനി ശരീരത്തിന്റെ രൂപാന്തരത്തിനായിട്ടാണ് നാം ഇനി സ്തോത്രം ദൈവസഭ കാത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും തന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുവരെ ഈ ലോകത്തിൽ ഞരക്കത്തോടുകൂടെ ആയിരിക്കുന്നെങ്കിലും ആത്യന്തികമായ ജയം ദൈവസഭയ്ക്കാണ്. ഈ ശരീരം രൂപാന്തരപ്പെടും, കർത്താവിന്റെ രാജ്യത്തിൽ നാം ചേർക്കപ്പെടും. ഈ ഭാഗ്യത്തിന് വേണ്ടി ഇന്ന് പകൽവേളയിലും കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കുന്നവർ വിശുദ്ധ കാര്യങ്ങൾ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. അങ്ങനെ സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നവർ എന്ന് ഇവിടെ ലേഖനത്തിൽ ഇവിടെ പ്രതിപാദിക്കുമ്പോൾ, തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ വായിക്കുന്ന അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? നാം പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ചപ്പോൾ നമ്മൾ അഗ്രചർമ്മത്തിൽ മരിച്ചവരായിരുന്നു. നമ്മുടെ മരണത്തെയാണ് തന്റെ ശരീരത്തിൽ ക്രിസ്തു വഹിച്ചത്. താൻ ജഡത്തിൽ കഷ്ടം സഹിച്ചപ്പോൾ നമ്മുടെ മരണത്തെ ക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മുടെ വായിക്കുമ്പോൾ അതിന്റെ അടുത്ത വാക്യം വായിക്കുന്നത്, അതിക്രമങ്ങൾ നിങ്ങളുടെ ജഡത്തിന്റെ ചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അടുത്ത വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. അതിക്രമങ്ങളൊക്കെയും അവിടെ ശ്രദ്ധിക്കുക, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടം. ശ്രദ്ധിക്കണം, നമ്മുടെ പാപത്തിൽ നിന്ന് പുത്രനാകുന്ന യേശു ക്രിസ്തു തന്റെ ശരീരയാഗത്താൽ നമ്മൾക്ക് പകരക്കാരനായി പിതാവിന്റെ സന്നിധിയിൽ പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു ദൈവപുത്രൻ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായി പ്രായശ്ചിത്തമായി തീരുമ്പോൾ അതിന്റെ റിസൾട്ടാണ് അതിന്റെ വാക്യത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത്. സ്തോത്രം, നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായി ഇരിക്കുന്ന കൈയെഴുത്തു മായിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, മനുഷ്യർക്ക് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എതിരായിട്ട് മനുഷ്യനെതിരായിട്ട് ഒരു കൈയെഴുത്തുണ്ടായിരുന്നു. ഒരിക്കലും ദൈവരാജ്യം കാണാത്തൊരു കൈയെഴുത്തുണ്ടായിരുന്നു. ആ കൈയെഴുത്ത് നമുക്ക് വേണ്ടി മായിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവപുത്രൻ കാൽവരിയിൽ തകർക്കപ്പെടുമ്പോൾ നമ്മുടെ കുറവുകൾ തീർക്കേണ്ടതിന് ദൈവം നമുക്ക് പ്രായശ്ചിത്തമായ മധ്യസ്ഥമായി നിത്യതയോളം ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്റെ കുറവ് തീർക്കേണ്ടതിനാണ് ക്രിസ്തു നിത്യതയോളം താൻ ശുശ്രൂഷകനായി ഇരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. അവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിക്കുന്നത്, ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരിക്കുന്ന കൈയെഴുത്ത് മായിച്ചു. ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു ദൈവവൈതലിനും സ്വർഗത്തിലെ പിതാവിന് ഇടയിൽ ഒരു നെടുച്ചുവരുണ്ടായിരുന്നു. അത് പാപനിമിത്തം മാനവരാശി നിത്യനായ ദൈവത്തെ കാണാതെ വണ്ണം ദൈവത്തിന്റെ നീതി നിമിത്തം ഉയർത്തപ്പെട്ടിരിക്കുന്ന ഒരു നെടുച്ചുവരായിരുന്നു. അത് പാപനിമിത്തം പാപമനുഷ്യൻ ഒരിക്കലും ദൈവത്തെ അറിയാതെ വണ്ണം അവൻ പാപത്തിൽ മരിക്കണം. ജഡത്തിൽ ജനിച്ചത് പാപത്തിൽ മരിക്കണം. അങ്ങനെ പാപത്തിൽ ജനിച്ചത് പാപത്തിൽ മരിക്കുവാൻ എഴുത്തപ്പെട്ടിരിക്കുന്ന കൈയെഴുത്തുകൾക്ക് അത് മായ്ക്കുവാൻ ഇടയായി തീർന്നത് യേശുവിന്റെ രക്തത്താലാണ്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി കർത്താവ് കാൽവറിയിൽ മരിച്ചപ്പോൾ നിത്യമായി ലോകത്തിലും നിത്യതയിലും നശിച്ചു പോകേണ്ടിയിരുന്ന നമ്മെ കർത്താവ് തന്റെ രക്തം കൊണ്ട് കഴുകിയപ്പോൾ പിതാവിന്റെയും എന്റെ ജീവിതത്തിന്റെ നടുവിൽ ഉയർന്നിരുന്ന പാപമനുഷ്യർക്ക് എന്നേക്കും ഹാളലിയ പ്രാപിക്കുവാൻ കഴിയാതിരുന്ന ഒരു നെടുച്ചുവര് കർത്താവ് ഇടിച്ച് നമ്മെ പിതാവിന്റെ സന്നിധിയിൽ ചേർക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സൗത്രന്റെ ആത്മാവിനെ നൽകിക്കൊണ്ടാണെന്ന് ഓർക്കണം കേട്ടോ. സ്തോത്രം, ഈ അന്യരായിരുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് സ്വർഗീയ പിതാവ് നമ്മളെ ചേർത്തത് ഇന്ന് പകൽ നേരം അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ തിരിച്ചറിയണം. അവിടെ വായിക്കുന്ന ഒരു അടുത്ത വാക്യമുണ്ട്. അവിടെ വായിക്കുന്ന, അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ചു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്ത വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദുഷ്ടനാകുന്ന പിശാചിന്റെ ആയുധവർഗങ്ങളെ കാൽവറിയിൽ പിടിച്ചടക്കി. ആളിലെ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? താൻ തന്റെ ശരീരത്തിന്റെ കാൽവറിയിൽ താൻ തകർക്കപ്പെട്ടപ്പോൾ താൻ തന്റെ ശരീരയാഗത്താല് മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിലിരുന്ന തന്റെ മരണത്തിന്റെ അധികാരങ്ങളെ ക്രിസ്തു ക്രൂശിൽ വെച്ച് പിടിച്ചടക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത്. ആളെ നമ്മുടെ വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുമ്പോൾ അതിന്റെ 1-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ സ്തോത്രം അവിടെ വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അതിൻ്റെ 1:17-18 വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനാണ് നാം സേവിക്കുന്ന കർത്താവ്. കർത്താവിന് മരണത്തിന്റെ മേൽ അധികാരമുണ്ട്. സ്വന്തം മരണത്തിന്റെയും പാപത്തിന്റെ മേലല്ല അധികാരമുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ പാപത്തിന്റെ കടങ്ങളെ മായ്ക്കുവാൻ തക്കവണ്ണമാണ് യേശു ക്രിസ്തുവിന്റെ ശരീരയാഗം പ്രാപ്തമായത്. ഇന്ന് പകൽ നേരം അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആത്മീക ശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന ഏത് പോരുകളെയും പോരാട്ടങ്ങളെയും തന്റെ രക്തത്താൽ ആൾ നീക്കുപോക്ക് വരുമെങ്കിൽ ഇന്ന് പകൽ വേളയില കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നടുവില എൻ്റെ കർത്താവിന്റെ വൻകരം അതിശയകരമായി വെളിപ്പെടുമെന്ന് ഇന്ന് വൈകവേളയില ആളി എന്നെ കേൾക്കുന്നവരുടെ ആലോചനയും ദൂതും അറിയിക്കുകയാണ്. ശത്രുവായവൻ ആളിയ പ്രയാസങ്ങളിലേക്ക് നടത്തുമ്പോഴും ആ ബന്ധനങ്ങളെ അടിച്ച നാമം ഇന്ന് രാത്രി പകൽ നേരം ആളി ഇവിടെ ഉള്ളവരെ ഓർത്ത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ആളിയ കർത്താവിന്റെ ശുശ്രൂഷയാൽ ആളി അന്യായ മുഖങ്ങളെ ഒടിച്ചു, അന്യായ പാതാള പാശങ്ങളെ അറുത്തു. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉണ്ടായ പ്രത്യേകത അതാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം അവനെ പ്രാപ്തമാക്കുന്ന ദൈവത്തിന്റെ കൃപ ആളി അവന് കടമായി തീർന്ന, അവനെ കടമാക്കി തീർത്ത മരണത്തിന്റെ ബന്ധനങ്ങളെയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ തന്റെ രക്തം കൊണ്ട് മാറ്റിയത് എടുത്തെന്ന് മനസ്സിലാക്കണം. താൻ കാൽവറിയിൽ മരിച്ചപ്പോൾ തന്റെ പ്രാണന്റെ മേലും ആത്മാവിന്റെ മേലും ഉണ്ടായ പോരാട്ട നിമിത്തം താൻ പാതാളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ പാതാളത്തിലേക്ക് ഇറങ്ങി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണത്തിന്റെ അധികാരിയുടെ കയ്യിലിരുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ പുത്രന്റെ കയ്യിൽ വരികയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽനേരം ഞാൻ സേവിക്കുന്ന കർത്താവിന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് ഒരു ഇരുട്ടിന്റെ ശക്തിയും ജയിക്കുകയില്ല, ഒരു അന്ധകാര ശക്തിയും ജയിക്കുകയില്ല, ഒരു മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ഉത്തരപ്രയോഗങ്ങളും ജയിക്കുകയില്ല. കാരണം കർത്താവ് ഇതിനെല്ലാം ജയിച്ചവനാണ്. കർത്താവ് മരണത്തിന്റെയും പാതാളത്തിന്റെ അധികാരത്തെ ആളെ പിടിച്ചടക്കിയവനാണ്. ആ കർത്താവിന്റെ സന്നിധിയിൽ അവനിൽ ആശ്രയിക്കുന്നവരാരും ലജ്ജിച്ചു പോകാതെ വണ്ണം കർത്താവ് അതിശയങ്ങളെ പ്രവർത്തിക്കുന്നുവെങ്കിൽ നാം സേവിക്കേണ്ട ഒരു നാമമേ ഉള്ളൂ, നാം ആശ്രയിക്കേണ്ട ഒരു നാമമേ ഉള്ളൂ, നാം ഉയർത്തേണ്ട ഒരു നാമമേ ഉള്ളൂ. ആ നാമത്തിന് കീഴിൽ സ്വർലോകർ, ഭൂലോകർ, അധോലോകർ സകലരുടെ മുഴങ്കാൽ ഒരുപോലെ മടങ്ങുന്നുവെങ്കിൽ ഇന്ന് പകൽ നേരം യേശു ക്രിസ്തുവിന്റെ നാമം ഈ ദേശത്ത് മഹിമയോടെ വെളിപ്പെടുവാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ. നമ്മൾ വായിച്ച 3-ാം അധ്യായത്തിൽ നിന്ന് 1-ാം വാക്യം നമ്മൾ വായിക്കണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാകണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുന്ന ഒരു കാര്യം, വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ മനസ്സിലാക്കണം, ആരെയാണ് പരസ്യമായ കാഴ്ചയാക്കിയത്? സാത്താനെയും സാത്താന്റെ ലോകത്തെയും പരസ്യമായ കാഴ്ചയാക്കി തീർക്കുകയാണ് ചെയ്തത്. അവിടെ മനസ്സിലാക്കണം, ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് സ്തോത്രം ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദൈവസഭയ്ക്ക് കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ വചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണ് നീയെങ്കിൽ അല്ലെങ്കിൽ ഞാനെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ അടുത്ത പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങൾ ആരും നിങ്ങളെ വിധിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, ഈ പറയപ്പെട്ട ഭക്ഷണപാനങ്ങളോ സംബന്ധിച്ചോ
ശ്രദ്ധിച്ചോ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങൾ ഇവയൊന്നും ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ആചരിക്കുന്ന കാര്യമല്ല. ഇത് ദൈവ പൈതൽ രക്ഷിക്കപ്പെടാതെ കുഞ്ഞാന്റെ രക്തത്തിൽ കഴുകപ്പെടാത്ത ഒരുവന്റെ വിശ്വാസ സംഹിതയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെടുന്ന ആചാര അനുഷ്ഠാനങ്ങൾ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ശത്രുവാകുന്ന പിശാചിന്റെ കൈക്കീഴിൽ ഇന്നും ബന്ധിക്കപ്പെട്ട് പാപത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർ ആളുകൾ ഈ പറയപ്പെടുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയി സഹോദരം അവന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിന്നെ ഉപദേശിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ വ്യക്തമായി ദൈവത്തിന്റെ വചനോട് പറയുന്നു, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ സഹോദര പെരുന്നാൾ, വാവ്, ശബത്ത് എന്നുള്ള കാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പോൾ നമ്മുടെ മേൽ ശത്രു കൊണ്ടുവരുന്ന വിധികൾ, അപ്പോൾ എന്താണ് വിധിക്കുന്നത്? സഹോദര ഇതുകൊണ്ടൊന്നും പോരാ, ഇതിലൊന്നും കാര്യമില്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം ഒന്നും രക്ഷ പ്രാപിക്കത്തില്ല. അപ്പോൾ മനസ്സിലാക്കണം, വിശ്വാസത്തെ, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തെ ദുർബലമാക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ, മന്ത്രവാദങ്ങൾ, രുദ്രപ്രയോഗങ്ങൾ, ആഭിചാരങ്ങൾ, മറ്റ് നേർച്ച കാഴ്ചകൾ, കാര്യങ്ങളൊക്കെയും എടുത്ത് ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യൻ പറയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ലെന്നോ, അല്ലെങ്കിൽ അത് ബലമല്ലെന്നോ ശക്തമല്ലെന്നോ എന്നൊക്കെയും പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മെ വീണ്ടെടുത്ത വിധം, സ്വർഗത്തിലെ ദൈവം നമ്മളെ വീണ്ടെടുത്ത വിധം എന്താണെന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് പകരക്കാരനായി കാൽവറിയിൽ ദൈവപുത്രൻ തകർക്കപ്പെട്ട് നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നെങ്കിൽ ദൈവം തന്റെ പുത്രനെ ജഡത്തിൽ അവതരിപ്പിച്ച് നമ്മുടെ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും അവന്റെ മേൽ ശിക്ഷ നടത്തിയെങ്കിൽ മനസ്സിലാക്കണം, ഒരു പെരുന്നാളുകൾക്കും വാവുകൾക്കും ശബത്തുകൾക്കോ ഒരു ആചാര അനുഷ്ഠാനങ്ങൾക്കോ ദൈവപുത്രൻ ശരീരയാഗം സ്വന്തം പിതാവിന് അർപ്പിച്ചതിന് തുല്യമായിട്ട് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ കർത്താവിൽ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടാത്തവരും അവന്റെ ആചാര അനുഷ്ഠാനങ്ങൾ അവൻ ഇരിക്കുമ്പോൾ അവന്റെ വാക്കുകളിലും പ്രവർത്തികളിലും മകനെ നീ കുടുങ്ങിപ്പോകരുത്. ദൈവകൃപയിൽ ആശ്രയിക്കണം. കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് നിസാര കാര്യമല്ല. കാൽവറിയിൽ ദൈവപുത്രനെ തകർത്തപ്പോൾ അളലിയ നമ്മുടെ മുഴുവൻ അകൃത്യങ്ങളെയും പുത്രന്റെ മേൽ ചുമത്തി അവനെ കാൽവിൽ തകർക്കുകയായിരുന്നു. അപ്പോൾ പുത്രനാകുന്ന യേശു കർത്താവോ നമ്മെ സഹോദരൻ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി പിതാവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി പിതാവിന്റെ കൽപ്പനയെ പൂർണ്ണമായി അനുസരിച്ചു. അങ്ങനെ അവൻ തകർക്കപ്പെട്ടപ്പോൾ അനുസരിച്ചത് നിമിത്തം ആളറിയ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകലരുടെയും മുഴങ്കാൽ ഒരുപോലെ ദൈവപുത്രന്റെ മേൽ ആളുടെ മുമ്പിൽ മടങ്ങുവാൻ തക്കവണ്ണം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തന്റെ കൈവശം ലഭിക്കുവാനായി പിതാവിന്റെ സന്നിധിയിൽ വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവിലൂടെ നാം സമ്പാദിച്ചതും നമുക്ക് ലഭിച്ചതുമാകുന്ന ഇത്ര വലിയ രക്ഷയെ ആളിൽ ഈ കൃപ അനുഭവിക്കാത്തവന്റെ വാക്ക് കേട്ട് നിരസിക്കരുത്. അവന്റെ വാക്കുകൾ കേട്ടോ അവന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളുടെ മുമ്പിലോ അടിയറവ് വെക്കേണ്ടതല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൽ ദൈവം പകർന്നിരിക്കുന്ന കൃപ എന്ന് പറയുന്നത്, ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഒരിക്കലും ദുഷ്ടന്റെ അജണ്ടയ്ക്ക് നിൽക്കത്തില്ല. ഇന്ന് മനസ്സിലാക്കണം, അവൻ എത്ര കണ്ട് വെല്ലുവിളികളും വളരെ ഉത്സവത്തിലും മത്സരങ്ങളും എഴുന്നേൽപ്പിച്ചാലോ ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതൽ വിളിച്ചു പറയണം, എന്നെ വീണ്ടെടുക്കേണ്ടതിന് പ്രിയപുത്രനിൽ ചുമത്തിയ എന്റെ അകൃത്യങ്ങൾ മുഖാന്തരമായി പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ട പിതാവിന് പ്രസാദനമായി തീർന്നെങ്കിൽ ആ യാഗത്തിന് തുല്യമായി നിൽക്കുന്ന മറ്റൊരു ശുശ്രൂഷയും മറ്റൊരു യാഗങ്ങളും ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചറിയുന്നവർ വിശുദ്ധ കരങ്ങളിൽ തീർത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. ഇന്ന് പകൽ നേരം നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട വചനങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, ബലമായി തീരട്ടെ. ഹല്ലേലൂയ. കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം നാം അനുഭവിക്കുമ്പോഴും അതിന്റെ നടുവില കർത്താവ് വിശ്വസ്തനായി നമ്മളോട് കൂടെ ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഇവിടെ പറയുന്നു, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങൾ ആരും നിങ്ങളെ വിധിക്കരുത്. ആരും നിങ്ങളെ വിധിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ആരും നിങ്ങളെ വിധിക്കരുത്. ഇവരാരായിരിക്കും ഈ ആചാരങ്ങളുടെ പിന്നിൽ പോകുന്നത്? രക്ഷിക്കപ്പെട്ടൊരു ദൈവം അല്ലേ? അല്ല. ഒരു അഭിഷേകം പ്രാപിച്ച ഒരു ദൈവം അതിന്റെ പിന്നിൽ പോകത്തില്ല. എന്നാൽ മനസ്സിലാക്കണം, യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നവരോട് യഹൂദ മാർഗത്തിലെ ചില കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മകനെ ന്യായപ്രമാണം അനുസരിക്കണ്ടേ, പരിച്ഛേദന ഏക്കണ്ടേ, ആളിയ പെരുന്നാളും വാവൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് അതിനോട് സ്നാനപ്പെട്ട് നീ അതിന് പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വഴിതെറ്റിക്കരുതെന്നാ പൗലോസ് ഇവിടെ പറയുന്നത്. ഇത് പോരാ, ഈ വിശ്വാസം പ്രാപ്തമല്ല, ഇത് എഫിഷ്യന്റ് അല്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം
പ്രകാരം വരത്തില്ല എന്ന് പറയുന്ന എല്ലാ പദ്ധതികളും പ്ലാനുകളും ഹല്ലേലൂയ കാൽവറിയിൽ തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താലാണെന്ന് ഓർക്കണം. ഇതിനൊക്കെ നീക്കം വരുന്നത് ഹല്ലേലൂയ. ഇത്ര വലിയ ഒരു തേജസ്സുള്ള പദ്ധതി, ഇത്ര വലിയ ശ്രേഷ്ഠമായ പദ്ധതി നമ്മൾ ഗ്രഹിക്കാതെ ഒരിക്കലും ഇരിക്കരുത്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കാം. അവിടെ വായിക്കുന്നത്, ആരും നിങ്ങളെ വിധിക്കരുത്, ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പോൾ വിധിക്കാൻ വരുന്നവനോട് പറയണം സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ചിലര് സ്തോത്രം ഒരു പൂ കൊണ്ട് ഇട്ട അവന്റെ ദൈവം പ്രസാദിക്കും, അല്ലെ? ഒരു ചില്ലറത്തുട്ട് കൊണ്ട് എറിഞ്ഞ അവന്റെ ദൈവം പ്രസാദിക്കും. കുറെ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അവന്റെ ദൈവം പ്രസാദിക്കും. അല്ലെങ്കിൽ വേണ്ട സ്തോത്രം മറ്റെന്തെങ്കിലും നേർച്ചകൾ വെച്ചാൽ അവന്റെ ദൈവം പ്രസാദിക്കും. ആ ദൈവം ബൈബിൾ വെളിപ്പെടുത്തുന്നത് ദൈവപുത്രനായ ക്രിസ്തു അല്ലവേ അല്ല. മനസ്സിലാക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അല്ല. അപ്പോൾ അതൊക്കെ മേടിച്ചെടുക്കുന്നതിന് ഏതാണ്? അതിന് വേറെ ദുർഭൂതങ്ങൾ ഇരിപ്പുണ്ട്, ദുർഭൂത ശക്തികളുണ്ട്. ആമേൻ. നമ്മളിവിടെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്ത് 1 കൊരിന്ത്യർ 10-ാം അധ്യായം. ഹല്ലേലൂയ സ്തോത്രം. നമുക്കതിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 20-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അല്ല ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല. അവിടെ ശ്രദ്ധിക്കണം, ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ അടുത്ത വാക്യം, എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. ശ്രദ്ധിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവരല്ല. ഇവിടെ ശ്രദ്ധിക്കണം, ജാതികൾ. അപ്പം ഞാൻ പറയട്ടെ, ജാതികളാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ രക്ഷിക്കപ്പെടാത്തവനല്ലേ? അപ്പൊ രക്ഷിക്കപ്പെടാത്തവൻ കഴിക്കുന്ന ആരാധന ഭൂതങ്ങൾക്കാണ്, 100 ഭൂതങ്ങൾക്കാണ് കൊടുക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവായിട്ട് ആ വക കാര്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. വഴിനീള വിഗ്രഹങ്ങളെ ഉയർത്തിക്കൊണ്ട് നടക്കുക, ഘോഷയാത്ര പോവുക, വെടിക്കെട്ട് നടത്തുക, എല്ലാവിധ കാര്യം ചെയ്ത് ഇതൊന്നും ക്രിസ്തുവിനല്ല. ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്തത് നിനക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് കാൽവറിയിൽ തകർത്ത ദൈവപുത്രന്റെ തിരുരക്തത്തിൽ മായിച്ചെങ്കിൽ നീ പറയുന്ന ബലഹീനമായ വഴികളിൽ പോകാനല്ല ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ച് എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറിയിൽ തകർത്തത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകർന്നേരം മനസ്സിലാക്കണം, നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തു വിശ്വസിച്ചതിന് അടയാളം നമ്മൾ സ്നാനമേൽക്കുമ്പോൾ നമ്മൾ അവന്റെ മരണത്തോട് പങ്കാളിയാകാൻ നമ്മൾ സ്നാനമേറ്റിരിക്കുന്നു. സ്നാനമേറ്റ നാം ഓരോരുത്തരും കർത്താവിന്റെ തിരുമേശയിൽ നിന്നും പ്രാപിച്ചിരിക്കണം. നമ്മൾ അഭിഷേകത്തിന്റെ നിറവിൽ ആരാധിക്കണം, വചനം ആഴത്തിൽ ഗ്രഹിക്കണം, വിശുദ്ധിയും വേർപാടും നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തുകൊണ്ടാ? പൗലോസ് അപ്പോസ്തലനോട് വ്യക്തമായിട്ട് വേർപാട് ആരോടാ? ഈ പറയുന്നത് പോലെ ജീവിക്കുന്നവരുമായിട്ടാണ് വേർപാട് വേണ്ടത്, അല്ലാതെ വേർപാട് ആരുമായിട്ടാണ്? ഹല്ലേലൂയ. വേർപാട് ആരുമായിട്ടാണ്? ഈ കൃപയിൽ ഇരിക്കാത്തവർ, ഭൂതങ്ങൾക്കും സ്വന്തം ബലി കഴിക്കുന്നവരുമായിട്ട് വേർപാട് വേണം, വേർപാട് വേണം. എന്നാൽ ആ വേർപാട് വേണോ എന്ന് ചോദിച്ചാണ് ഇന്ന് സഭയ്ക്കകത്ത് അനേകരിക്കുന്നത്. അവർക്ക് തിരുവെഴുത്തും അതിന്റെ ശക്തിയും അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാതെയാണ് അവർ അവർക്ക് വാദിക്കുവാനോ മത്സരിക്കുവാനോ ചില കാര്യങ്ങൾ വെക്കുന്നു. തിരുവെഴുത്തിലേക്ക് അവർ വരുന്നില്ല, വചനം അതിന്റെ തലത്തിൽ പഠിക്കാൻ തയ്യാറാകുന്നില്ല. അവർ വചനം അതിന്റെ തലത്തിൽ പഠിക്കാത്തത് കൊണ്ട് അവർക്ക് അവരുടെ വഴികളെല്ലാം ബോധിച്ചതായിട്ട് തോന്നുന്നു, അവരുടെ വഴികളെല്ലാം കാമ്യമാണ്, മഹത്വമുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷെ തെറ്റിപ്പോകരുത്. ആമേൻ. ഇത് പകർന്നേരം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പദ്ധതികളെ നമ്മൾ ഗ്രഹിക്കുകയും ആ വഴികളിൽ നമ്മൾ ചലിക്കുകയും ചെയ്താൽ മാത്രമേ കർത്താവിന്റെ മക്കളായിട്ടിരിക്കുന്നുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഭൂതങ്ങൾക്ക് കഴിക്കുന്നത്, അല്ലെങ്കിൽ സ്തോത്രം അവിടെ പറയുന്നത് ഭൂതങ്ങൾക്ക് ജാതികൾ ബലി കഴിക്കുന്നത് ആർക്കാ? ദൈവത്തിനല്ല. അങ്ങനെയെങ്കിൽ ആര് കാര്യം പറയട്ടെ, 7 അടിസ്ഥാന ഉപദേശത്തിൽ നമ്മൾ പെന്തക്കോസ്തിന്റെ 7 അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. ഈ അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കാതെ പോകുന്നത് എല്ലാം പറഞ്ഞാൽ എവിടെയാണ്? അത് ഭൂതങ്ങൾക്ക് സ്തോത്രം കഴിക്കുന്ന യാഗങ്ങളാണ്. ആമേൻ. സ്തോത്രം. ഇതിനകത്ത് ഒരു കാരണം വെച്ചാലും നമ്മൾ അങ്ങനെ പോകരുത്. ദൈവ കൃപയിൽ നമ്മൾ നിലനിന്ന് മുന്നേറുക തന്നെ വേണം. ഇന്ന് പകരം അവന്റെ കൃപയിൽ ആശ്രയിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും കർത്താവിന് മഹത്വം വെളിപ്പെടുകയും ചെയ്യും. ഇന്ന് പകരം മനസ്സിലാക്കണം, അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ.
ആളെ അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. അതുകൊണ്ട് അവിടെ വായിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അവിടെ വായിക്കുന്നത് കാര്യത്തിൽ നിങ്ങൾ ആരും വിധിക്കരുത്. ഇവ വരുവാനിരുന്നവിടെ നിഴലത്ര ദേഹം വന്നതോ ക്രിസ്തുവിനുള്ളത്. അടുത്തത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിന് രസിച്ച്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭൂതങ്ങളെ ഈ ബലികളാകട്ടെ നേർച്ച കാഴ്ചകളാകട്ടെ ഇത് സമർപ്പിക്കുന്നത് ഭൂതങ്ങൾക്കാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ക്രിസ്തുവിനല്ല. ക്രിസ്തുവിന് അതിന്റെ ആവശ്യമില്ല. അവൻ യാഗമായി തീർന്നത് കൊണ്ട് മറ്റൊന്നും അവന്റെ മുമ്പിൽ പ്രാപ്യമല്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പെരുന്നാളിന്റെ സമയത്ത് വാഴക്കൊലയും ചക്കയും തേങ്ങായും മാങ്ങായും കോഴിപ്പൂനെയൊക്കെ കൊണ്ടുപോയി നിർത്തി ഇട്ട് ഓരോന്നിനും ലേലം വിളിച്ച് നേർച്ചയും കാഴ്ചയിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ദൈവപുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു എന്നുള്ള സത്യം മൂടി വെച്ചിട്ട് ഇന്ന് കാണിച്ചു കൂട്ടുന്ന സഭകൾ ഓരോന്നും ശ്രദ്ധിക്കണേ, അവർ കഴിക്കുന്നത് ഭൂതങ്ങൾക്കാണ്. അതുകൊണ്ടാണ് പൗരോഹിത്യ സഭ വിട്ടിറങ്ങണമെന്ന് പറയുന്നത്. ആമേൻ. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കകത്ത് പോകരുത്. അവർ കഴിക്കുന്ന അവിടെ ഉണ്ടല്ലോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും നേർച്ചകളും അതൊക്കെ ഭൂതങ്ങൾക്കാണ്. ആമേൻ. അപ്പൊ ഞങ്ങളുടെ കൈ ബൈബിളുണ്ട്, ഇരുന്നോട്ടെ. ആളെ അത് ഇരുന്നോട്ടെ, ന്യായവിധിക്കായിട്ട് ഇരുവോ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ആളെ ഒരു കഷത്തിൽ ബൈബിളും മറു കഷത്തിൽ ഭൂതങ്ങൾക്ക് കൊടുക്കാനുള്ള കാര്യമായിട്ട് പോവുകയാണ്. സത്യവചനം ഒരിക്കലും പറയുന്നില്ല. മനസ്സിലാക്കണമേ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല മറ്റൊരു റൂട്ടിലേക്ക് തിരിയരുത്. ആരെങ്കിലും ഇതൊന്നും പോരാ കേട്ടോ, വിശ്വാസം കൊണ്ട് കാര്യമില്ല, നിനക്ക് സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞാൽ ആ നിലവാരത്തിൽ കാര്യങ്ങളെ തിരിച്ചുവിടുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, വഴിതെറ്റി പോകരുത്. ഹല്ലേലൂയ. അനേകർ ആ നിലവാരത്തിലായി പോകുന്നുണ്ട്. അല്ലല്ലോ, ഞാൻ ഒരിക്കൽ കേട്ടൊരു കാര്യമാണ്. ഒരു വ്യക്തി സ്തോത്രം, ഞാനാരാന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരിക്കൽ പറയുന്നൊരു കാര്യമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകനാണ് വ്യക്തി. കുറെ കഴിഞ്ഞപ്പോഴത്തേനും വ്യക്തിക്ക് ശുശ്രൂഷയോ തൃപ്തിയോ ഒന്നിലും വരുന്നില്ല. അപ്പൊ ഈ വ്യക്തിക്ക് തോന്നി, എന്നാ പിന്നെ തൃപ്തി വരാൻ വേണ്ടി നമുക്കൊരു കോഴിയെ അറുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ കോഴി അറക്കാൻ പോയവരും ഉണ്ട്. ഇപ്പൊ ശുശ്രൂഷയില്ല, പരിപാടിയില്ല, അടച്ചുപൂട്ടി അകത്ത് കിടപ്പുണ്ട്. മനസ്സിലാക്കണം കേട്ടോ, അത് നിനക്ക് ക്രിസ്തുവിൽ ഉറപ്പില്ലാതെ വന്നാൽ നീ ചിലതും പലതും നീ ചെയ്തെന്നിരിക്കും. അത് നീ ചെയ്താൽ നീ വീണുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമ്മളിൽ നിന്ന് ഉണ്ടാകണം. ഹല്ലേലൂയ. അത് വെറുതെ ഉണ്ടാകില്ല, അത് വളരെയോടെ ഫലം ചെയ്താലേ പറ്റുള്ളൂ. അവിടെ നോക്കണം, അവിടെ വായിക്കുന്ന അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിൽ വെറുതെ ചേർക്കുകയും തലേ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ ആരും വിരുത് തെറ്റിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതിരിക്കുന്നവരുണ്ട്. അതൊരു കർത്താവിനെ രക്ഷകനായിട്ട്, കർത്താവിനെ തലയായിട്ട് കാണാൻ കഴിയാതെ വിശ്വാസ ജീവിതം നയിക്കുന്നവരുണ്ട്. അവർ ചില നേരത്തൊക്കെ വഴിതെറ്റി പലതും ശരിയാ, അങ്ങനെ അത് ശരിയാ, ഇത് ശരിയാന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണക്കെ വേറെ ആത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ താൻ പ്രാപിച്ച അല്ലെങ്കിൽ താൻ സ്തോത്രം പ്രാപിച്ച കഷ്ടങ്ങളൊക്കെയും നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് പൂർണ്ണതയുള്ള യാഗമാണ് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ആ പൂർണ്ണതയുള്ള യാഗം നിനക്ക് പൂർണ്ണതയുള്ളതല്ലെങ്കിൽ നിന്നിലിരിക്കുന്ന, അല്ലെങ്കിൽ നീ എനക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നിലിരിക്കുന്ന ആത്മാവ് ഏതാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് ദൈവപുത്രന്റെ ശരീരയാഗത്തിന്റെ മഹത്വം എപ്പോഴും ഹൃദയങ്ങളിൽ പൂർണ്ണതയുള്ളതായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആത്മാവിന്റെ തൃപ്തി ഒരു അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്തുകൊണ്ടിരിക്കും. ആ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ചിലർക്ക് ആ പ്രാഗൽഭ്യം ഇല്ലാതെ വരുന്നതിന് കാരണം ഇത് തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അവിടെ സ്തോത്രം അതിന്റെ 21 മുതൽ മാനുഷകൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത്. അടുത്തത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. ആ വാക്യം എന്താ അവിടെ പറയുന്നത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. അതായത് ലോകത്തിലുള്ള എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് മഹത്വം. ചിലര് ആ ഭക്ഷണം കഴിക്കുന്നതാണ് മഹത്വം. ചിലര് കാലം ചെരുപ്പിടത്തില്ല. ചിലരാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ എന്താ പറയുന്നത്, വെജിറ്റേറിയൻ മാത്രമേ കഴിക്കത്തുള്ളൂ.
നോൺ വെജിറ്റേറിയൻ കഴിക്കത്തില്ല. ഭക്ഷണങ്ങളിലെ ക്രമങ്ങള്, നടപ്പിലെ ക്രമങ്ങൾ, ഇടപാടുകൾ. ചിലർ വിവാഹം കഴിക്കത്തില്ല. വിവാഹം കഴിക്കാതെ ജീവിച്ച് അതിൻ്റെ അകത്തും മഹത്വമുള്ളതാണെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണം, ഇതൊക്കെ മറ്റൊരു ആത്മാവാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ സ്വതന്ത്രം ആളലിയ വർജനവും പഠിപ്പിച്ചുകൊണ്ടല്ല ക്രിസ്തുവിന്റെ ഉപദേശത്തെ ഉറപ്പിക്കേണ്ടത്. മനസ്സിലാക്കണം, അനേകർ ആ നിലവാരത്തിൽ ഇരിക്കുകയാണ്. ചിലർ പറയുന്നത് ഞാൻ ഇങ്ങനെ ഉള്ളൂ, ആളല്ലേ ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ. കാര്യം ആ കാര്യം കണ്ടിട്ട് അവർ മറ്റുള്ളവരോട് പറയുന്നത് കണ്ടോ, ഞാൻ ഇങ്ങനെയാ കേട്ടോ, ഞാൻ വിശ്വാസി വന്നേ പിന്നെ ഞാൻ ഇറച്ചി മീനും തൊടാറില്ല, വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന് അങ്ങനെ പറയുന്നില്ല. ഈ വാക്യം കണ്ടോ, ഇവിടെ വാക്യം പറയുന്നത് ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും സ്വതന്ത്രം താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക്. കാരണം എന്നാണെന്നറിയോ, സ്വതന്ത്രം വിശ്വാസികളെല്ലാം കൂടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കാറുണ്ടോ, പോത്തും മീനും അല്ലേ കഴിക്കാറുള്ളൂ, ഇങ്ങനെയുള്ള ചോദ്യം. അപ്പം ആ പറയുന്ന വ്യക്തി ഇതൊന്നും കഴിക്കത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ചെരുപ്പിടത്തില്ല, ചിലപ്പോൾ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നടക്കത്തുള്ളൂ, ലക്ഷറൊന്നും കാണത്തില്ല, സ്വന്തം വണ്ടി കാണത്തില്ല, ബസ്സിലേ പോകത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം, കാൽവറി ദൈവപുത്രൻ നമുക്ക് വേണ്ടി പരസ്യ കാഴ്ചയായത് നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കാൻ തന്നെയാണ്. ഹല്ലേലൂയ. കാരണം സഹോദരൻ, ഈ പറയുന്ന ശരീരത്തിന് ഉപേക്ഷിക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നമ്മെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ. ഈ നാളുകളിൽ ചില സഭകളെ കുറിച്ചുള്ള പഠനം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. അവർ മനസ്സിലാക്കുന്ന അവരുടെ സ്വതന്ത്രം പെന്തക്കോസിന്റെ ലെവലിൽ അറിയപ്പെടുന്നെങ്കിലും അവരറിയപ്പെടുന്നത് 5 വിധ ശുശ്രൂഷയുണ്ട്. അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ. 5 വിധ ശുശ്രൂഷയാണ്, 5 ഫോൾഡ് മിനിസ്ട്രിയാണ്. എന്നാൽ ഈ 5 ഫോൾഡ് മിനിസ്ട്രിക്കകത്ത് പെടാതെ ഇവർക്ക് പ്രത്യേകിച്ച് ഇവരെ കുറിച്ച് പറയുന്നത് ഇവർ വെള്ളം മാത്രമേ ഇടത്തുള്ളൂ, മരുന്ന് ഉപയോഗിക്കുന്നില്ല. അതുപോലെ അവരെ കുറിച്ച് പറയുന്ന കാര്യമാണ് അവര് സ്വതന്ത്രം ലേവ്യ പുരോഹിതന്മാർക്ക് തുല്യമാണെന്നൊക്കെ. ആളല്ലേ, അതുകൊണ്ട് തന്നെ സമയ ശുശ്രൂഷക്കാർ മറ്റുള്ളവരെക്കാളും അവർക്ക് വലിയ ഉന്നത പദവിയാണ് ഇരിക്കുന്നത്. വിശ്വാസിക്കും ശുശ്രൂഷകർക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന സഭയെ പെട്ടെന്ന് ശുശ്രൂഷകരെല്ലാം സ്വർഗീയ സിയോനിലേക്ക് പോകാനിരിക്കുകയാണ്. അവിടെ പോകാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ശിഷ്യന്മാരിൽ ഒരുവൻ വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരുടെ അമ്മ അല്ലെ, യാക്കോബിന് യോഹന്നാൻ അമ്മ വന്നിട്ട് ഇവിടെ പറഞ്ഞു, ദേ ഇന്ന് എന്റെ 2 മക്കളുണ്ട്, ഒരുത്തനെ നിന്റെ ഇടത്തും ഒരുവനെ നിന്റെ വലത്തും ഇരിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമെന്ന് ചോദിച്ചു. അത് പുത്രന്റെ ചോദ്യമാണ്. അപ്പോ അതിന് മറുപടി കുടിക്കൂന്ന് പറഞ്ഞു. എന്നാ പറയും നിങ്ങൾ കുടിക്കൂന്ന് കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു. കുടിക്കുകയും ചെയ്തു. എന്തായിരുന്നു? കർത്താവ് മരിച്ചതുപോലെ രക്തസാക്ഷിയാകുമെന്ന് ചോദിച്ചേ. രക്തസാക്ഷി ആകൂന്ന് പറഞ്ഞു ആവേശം കൊണ്ട്. അടുത്തത് കേൾക്കണം, കർത്താവ് പറഞ്ഞു തന്നെ, എന്നാൽ എന്റെ ഇടതും വലതും ഇരിക്കുന്നത് എനിക്കുള്ളതല്ല, അത് പിതാവിനുള്ളതാണെന്ന്. അപ്പോസ്തലന്മാര് ചോദിച്ചിട്ട് കേട്ട മറുപടി അതാണെങ്കിൽ ഇവിടെ വെറുതെ ചെരുപ്പിടാതെയും വെള്ള വസ്ത്രം കൊടുത്ത് ഇങ്ങനെ നടന്ന ആയുസ് കളയാതെ സത്യം ഗ്രഹിച്ച് കർത്താവിന്റെ നാമത്തിലൂടെ നിൽക്കുക. ഹല്ലേലൂയ. നീ നല്ലപോലെ ഓടാതെ നിന്നെ കർത്താവിന് പ്രസാദിക്കുന്നത് എങ്ങനെയായി തീരും? ഹല്ലേലൂയ. അപ്പോൾ ശരീരത്തിന്റെ ഉപേക്ഷ അല്ലെ, ചിലർക്ക് മരുന്നെടുക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വാരി വരച്ച് തിന്നുന്ന ദൈവത്തെ ആലോചന ചോദിച്ചിട്ടാണോ? അല്ല. രോഗം വന്നു കഴിയുമ്പോൾ നീ മരുന്ന് തിന്നില്ലെന്ന് പറയുന്നത് ദൈവം നിന്നോട് പറഞ്ഞു? അത് പറഞ്ഞില്ല. എടുക്കുന്ന തീരുമാനം. ഞാനൊരു കാര്യം പറയാം, ദൈവവചനം പറയാത്തതൊന്നും ചെയ്യാൻ പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ? ഏറിയ നാള് വൈദ്യന്മാരെ കൊണ്ട് ശുശ്രൂഷിച്ചിട്ടും അവർക്ക് സൗഖ്യം വരാത്തവരാണ് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമായത്. മനസ്സിലാകണം, ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും സൗഖ്യം വരാത്തവരായിരുന്നു. അതും ബാധയായിരുന്നു. നിനക്കിവിടെ ഒരു പനി വരുമ്പോ ഇത് ഇപ്പൊ ഇത് കർത്താവ് സൗഖ്യമാക്കി, ഞാൻ രോഗശാന്തി വിശ്വസിക്കുന്നു, നീ വെറുതെ ഇരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. സഹോദരൻ, ഈ നിലവാരത്തിലല്ല, മരുന്ന് കഴിക്കേണ്ട മേഖലയിൽ മരുന്ന് കഴിക്കണം. അല്ലെങ്കിൽ നിനക്ക് ആ നിലവാരത്തിൽ വിശ്വാസം വേണം. ഇത് അടിച്ചേൽപ്പിക്കുന്ന ഉപദേശമാകരുത്. പരിശുദ്ധാത്മാവ് നടത്തണം. ചിലർ വിവാഹം കഴിക്കില്ല. വിവാഹം കഴിക്കാതൊരു കാര്യം, അവരുടെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് വിവാഹം കഴിക്കേണ്ട, അങ്ങനെ ഒരു ബന്ധം നടക്കേണ്ട. വിവാഹം കഴിക്കാതെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല.
അധ്യക്ഷൻ ഏകഭാര്യയുള്ള ഭർത്താവായിരിക്കണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കേണ്ടവർ കാത്തിരിക്കണം, വിവാഹം കഴിച്ചേ തീരത്തുള്ളൂ. അപ്പോൾ മറ്റൊരു ഉപദേശം പറയുന്നവർ ഒത്തിരിയായി എഴുന്നേറ്റ് വരുന്നുണ്ട്. മനസ്സിലാക്കണം, ഇതാണ് ഈ പറയുന്ന വചനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന. മനസ്സിലാകുന്നുണ്ടോ? കാലെ ചെരുപ്പിടാതെ കാലെ മുള്ളും കയറി ഒരു പ്രകാരം പോലെ എന്താ പറയുന്നത്, വിരളും എല്ലാം കൂടെ ഒരു പ്രകാരത്തിൽ ഇരുന്നിട്ട് നിന്റെ കാല് കണ്ടാലൊന്നും ദൈവമഹത്വം ഇറങ്ങുമൊന്നുമില്ല. ഒത്തിരി പേര് അങ്ങനെ കാല് തഴമ്പുള്ളവരാണോ മുട്ട നിൽക്കുന്നവനാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ വചനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിനക്ക് വേണ്ടി ദൈവോത്തര കാൽവറി പരസ്യ കാഴ്ചയായി തീർന്നത് നിന്നോട് മുട്ട നിൽക്കാനല്ല. മുട്ട നിൽക്കേണ്ട വിഷയങ്ങളുണ്ട്, അത് ഉപദേശമാക്കരുത്, കർശനമാക്കരുത്. ആ കൃപ ലഭിച്ചവരിരുന്നോണം, ഇരിക്കാത്തവനെ വിധിച്ചേക്കരുത്. ഹല്ലേലൂയ. സ്വതന്ത്രം ഓട് തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കുന്ന അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കുകയും ചെയ്യരുത്. ഇത് രണ്ടുമുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വചനം വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. അടുത്തത്, ഇത് ഒക്കെയും സ്വേച്ഛാരാധനയിലും കണ്ടോ, താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും. കണ്ടോ, ശരീരത്തിന്റെ ഉപേക്ഷ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സെൽഫ് അബേസ്മെന്റ് ആൻഡ് സെർവ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ബോഡി. കണ്ടോ, ശരീരത്തെ പല വിധത്തിൽ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഒന്നാമത് ഈ കാലഘട്ടത്താണെങ്കിൽ തൊടുന്നത് പിടിക്കുന്നതെല്ലാം രോഗമില്ലാത്തൊരു മനുഷ്യനില്ല. അതിന്റെ ഇടയിൽ മരുന്നും കൂടെ എടുക്കാതിരുന്ന, മരുന്നെടുത്തില്ല സ്വർഗത്തിൽ പോവില്ലെന്ന് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. മരുന്നെടുത്ത സ്വർഗത്തിൽ പോവില്ല. ശരീരത്തിന്റെ രോഗശാന്തിക്ക് വേണ്ടി ലോകത്തിൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ, അല്ല മരുന്ന് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരത്തിന് തടസ്സമാകും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എങ്ങാനും ഒരു ദിവസം ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ പിന്നെ നിത്യത നഷ്ടമായി എന്ന് വിചാരിച്ചോണ്ട് മനസാക്ഷി കുത്തിലിരുന്ന് ഭാരപ്പെട്ട് മാനസിക രോഗം വന്ന് ചാകുന്നവർ ഒത്തിരി പേര് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ ശുശ്രൂഷകരായിട്ടുണ്ട്. ചിന്തിക്കണം, ഈ വചനം വായിച്ചു നോക്കുക, ഈ വചനം പറയുന്നത് ശ്രദ്ധിക്കുക, ഈ വചനം ഉള്ളതുപോലെ ഗ്രഹിക്കാൻ തയ്യാറാകുക. ആമേൻ. അവിടെ വായിക്കുന്ന എന്താണ്? ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും. ഹല്ലേലൂയ. സ്വേച്ഛാരാധനകൾ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ചില പ്രത്യേക സമയമാകുമ്പോൾ, നേർച്ചയുടെ കാലം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈസ്റ്ററും ഉയർപ്പത്തിന്റെ ഒക്കെ കാലഘട്ടം ഇനി വരാൻ പോവും. അത് കഴിഞ്ഞോ? ഹല്ലേലൂയ. വരുന്നോളൂ. ഈസ്റ്ററും പരിപാടിയൊക്കെ വരുന്നതിന് സമയത്ത് ഇവിടുന്ന് ചിലര് അടുത്ത ഏറ്റവും വലിയ മലയിലേക്ക് സ്തോത്രം എന്നാണ് നഗ്നവാതരായിട്ട് കുരിശും തോളത്ത് വെച്ചുകൊണ്ട് പോകുന്നത് കാണാം. സ്വേച്ഛാരാധന. ആമേൻ. മനസ്സിലാക്കണം, അവിടെ ചെല്ലുന്നു, ഇത്ര ദിവസം വ്രതമെടുക്കുന്നു, ഭക്ഷണം കഴിക്കും, ഇറച്ചി മീനും ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇറച്ചി മീനും ഉപയോഗിക്കാറില്ല. ആമേൻ. ചിലരൊന്നും ഇറക്കാറ്, ഉമ്മനീര് പോലും ഇറക്കാറില്ല. സ്വേച്ഛാരാധനയാണ് സംഭവം. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറയപ്പെടുന്നതൊന്നുമല്ല ഭക്തി. ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് സ്വതന്ത്രം ദൈവത്തിന്റെ ആത്മാവ് തന്നെ നടത്തുന്ന റൂട്ടിലൂടെ പോകണം. പരിശുദ്ധാത്മാവ് ഇവിടെ വന്നത് നിനക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്താനാണ് ലോകത്തിന്. അല്ല നിന്റെ കാലം ചെരിപ്പിടണോ വേണ്ടയോ ഒന്നും, അവിടെ പോയി പാരസെറ്റാമോൾ തിന്നണം, ഇതൊന്നുമല്ല ദൈവത്തിന്റെ ആത്മാവ് അവിടെ വന്നത്. പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയും പ്ലാനും എന്നാന്ന് മനസ്സിലാക്കണം. വെള്ളം ഇടത്തുള്ളോ, നിനക്ക് പ്രശ്നമാണ്. വെള്ളം മാത്രം എടുത്തുള്ളൂ. വെള്ളം ഇടണം കേട്ടോ. ചിലർക്ക് അങ്ങനെ ഒരു രോഗം കൂടെ ഉണ്ട്. സഭയ്ക്കകത്ത് വന്ന് വർഷങ്ങളായിട്ടുണ്ട്, വെള്ളം ഇടാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവൻ പോകുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, കണ്ണടിച്ചു പോകുന്ന നിറവടി ഉള്ളവരൊക്കെ അതൊക്കെ ഇട്ടിട്ട് ചർച്ച വന്നിരിക്കുന്നുണ്ട്. അതെന്നാന്ന്, അത് വേറെ രോഗമാണ്. ഹല്ലേലൂയ. സെമിനാരി ഞാൻ ഓർക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം വെള്ളം ഇടണമെന്ന് പറയുമ്പോൾ ഉള്ള പിള്ളേരുടെ എല്ലാം മുഖത്തെ ഭാവവ്യത്യാസം കാണും. കാര്യം അവരുടെ ഉള്ളിൽ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സെമിനാരി വന്ന് പഠിക്കുന്ന അപ്പന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പാസ്റ്ററുടെ നിർബന്ധം കൊണ്ട് വന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു സമർപ്പണവും ജീവിതത്തിലൊന്നും ഇല്ല ചിലർക്ക്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിലരുണ്ട്, മനസ്സിലാകണം. എന്നാൽ വെള്ളയെ ഇടത്തുള്ളൂ, അത് പ്രശ്നമാണ്. വെള്ളയിലെ എന്നെ കാണത്തുള്ളൂ, അത് പ്രശ്നമാണ്. അത് സ്വന്തം അവനെ അങ്ങനെ കാണും. കാര്യം സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ വെള്ളയിൽ കാണാൻ വേണ്ടിയാണോ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റും. ഇതൊരു നമുക്കൊരു ഒരു എന്താ പറയുന്ന ഒരു ബലഹീനതയായി തീരരുത്. അവിടെ വായിക്കുന്ന എന്താണ്? ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും.
താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക്. ആമേൻ. അടുത്ത എന്താ? രസിക്കുന്നവർക്ക് എന്താ? ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്. കണ്ടോ? അയ്യോ, ഞാൻ കാലെ ചെരുപ്പിട്ടിട്ട് വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയ പിന്നെ ഞാൻ അങ്ങനെയാണ് എൻ്റെ പാദ സ്പർശിക്കുന്നിടത്ത്. അപ്പൊ ഇത് കേൾക്കുന്നവരെല്ലാം രോമാഞ്ചം ഉണ്ടാകും. ആത്മനിറവല്ല അത്. ഹല്ലേലൂയ. ചിലര് പറയും ഞങ്ങൾ മരുന്നെടുക്കാറില്ല, രോഗം വന്നപ്പോൾ ഞാൻ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ രോഗം എന്നിൽ നിന്ന് പോയി. അപ്പോൾ കേൾക്കുന്നവന്റെ മുമ്പിൽ 2 ചോദ്യം. നീ മുട്ടേ നിന്നിട്ടുണ്ടോ? 1. രണ്ടാമത്, നീ രോഗം വന്നപ്പോൾ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ 2 നടന്നിട്ടുണ്ടെങ്കിൽ നീ ആരിൽ നിന്ന് ഇപ്പൊ കേട്ടോ അവരുടെ അടുത്തങ്ങ് നീ എത്താൻ പോകുന്നില്ല. ഈ മറഞ്ഞു കിടക്കുന്ന ദൂതാണ് അനേകരെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്മീകമല്ല, അത് ആത്മീകമല്ല. നീ പറയേണ്ടത് എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. പാപമറിയാത്ത ഒരുവൻ കാൽവറിയിലേക്ക് പോയി എന്റെ അകൃത്യം വഹിച്ചുകൊണ്ട് അവൻ കഷ്ടം സഹിച്ചു. അവന്റെ പാദങ്ങളെ പിടിച്ചു വെച്ച് കാരിരുമ്പാണിയാൽ ആഞ്ഞടിച്ചപ്പോൾ അതിൽ നിന്ന് മാറാതെ നിന്ന ഒരു പാദമുണ്ടെന്ന് പറയണം. അത് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ വിളച്ചിൽ നിർത്തണം ആദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നു ഇതൊക്കെ പറയുന്നത് എന്തോ വലിയ. ഞാൻ പറയട്ടെ, ദൈവം കണ്ടതാണെങ്കിൽ അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് ദോഷം വരത്തില്ലെന്നേ. ഹല്ലേലൂയ. ഒരു ദോഷവും വരത്തില്ല. ഇതെങ്ങനെയല്ല പറയുന്നത്. ഇത് പറയാതെ മൗനമായ നിഴലിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭീഷണികൾ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ വാക്യം ശ്രദ്ധിച്ച് അവിടെ പറയുന്ന കാര്യം, സ്വേച്ഛാരത, താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷ രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര്. ഹല്ലേലൂയ. ചിലര് പഴയ നിയമത്തിന്റെ ചില ഭാഗങ്ങളൊന്നും വായിക്കൂല. അവിടെ ഫുള്ള് സെക്സ് ആണെന്നാ പറയുന്നത്. പണ്ട് പറയുന്ന ഒരു അപ്പച്ചന്റെ കാൽക്കീഴിൽ ഇരുന്നാണ് ചില പ്രത്യേക പുസ്തകങ്ങളൊക്കെ, ഏതാ ഉത്തമഗീതമൊക്കെ വായിക്കുന്നത് ചിലരുടെ പ്രത്യേക ഗൈഡൻസിൽ ഇരുന്നാണ്. അത് സഭയെക്കുറിച്ചാണെന്നാണ് ലിറ്ററലായിട്ട് പറഞ്ഞ. അല്ലവേ അല്ല. അത് ശലോമോൻ ശരിക്കും അവർക്കുള്ള വെപ്പാട്ടിമാരും ഭാര്യമാരും ബാക്കി നിന്നവരെ എല്ലാം കണ്ട് അവരെ വിശകലനം ചെയ്ത് പറയുന്നതാണ്. നമ്മളത് വ്യാഖ്യാനിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവം. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് കാണുകയും വായിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇതാണ് ആരുടെയെങ്കിലും ഒരു കെയർ ഓഫിലേ അത് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലൈസൻസ് ആയി. എന്തേ നിനക്ക് ഈ കൺട്രോള്? ഹല്ലേലൂയ. അപ്പൊ ചിലരുടെ ജീവിതത്തില് ഇതിന്റെ നിലവാരത്തിൽ വായിക്കുകയും ഗ്രഹിക്കുകയൊക്കെ ചെയ്യാത്തതിന്റെ പ്രശ്നം വളരെ ഏറെ ഉണ്ട്. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നേരം നമ്മൾ ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് അങ്ങനെയാണ് നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് കയറുന്നത്. ഇതെല്ലാം വായിച്ചിട്ട് പേര് മാത്രം അടുത്തത് ജ്ഞാനത്തിന്റെ പേര് മാത്രം ഉള്ളത്. അടുത്തത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. കാര്യം, എനിക്ക് നല്ലൊരു വസ്ത്രം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ വസ്ത്രം ഇട്ടുകൊണ്ട് പോയാൽ ഇങ്ങനെ പാസ്റ്ററാണെന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ആത്മീക ജീവിതത്തിന് ഇടർച്ച വരാത്ത ഒരു വസ്ത്രം ഇടണമെന്ന് എനിക്ക് കാണുമ്പോൾ അത് മേടിച്ച് ഇടുന്നതിന് ഒരു പ്രശ്നമില്ല. അതിന് ഞാൻ അടക്കി എൻ്റെ ആഗ്രഹങ്ങൾ ഇച്ചെല്ലാം ഞാൻ അടക്കുകയാണ്. അടക്കുമ്പോൾ എനിക്ക് വെളിപ്പെടുത്തു വരുന്നു. അങ്ങനെ ഒന്നും വെളിപ്പെട്ട് വരത്തില്ല. ഹല്ലേലൂയ. അവിടെ മനസ്സിലാക്കണം, നമ്മുടെ ആഗ്രഹങ്ങളെ കാൽവറിയിൽ നമ്മൾ ത്യജിക്കണം. നമുക്ക് പാപമായി തീരുന്നത് നമ്മൾ ത്യജിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നടക്കണമെന്നല്ല പറഞ്ഞതിന് അർത്ഥം. വേർപാടും വിശുദ്ധിയും കഷ്ടം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നല്ല അർത്ഥം. നിന്റെ ഹൃദയത്തിൽ മോഹങ്ങൾ കടന്നു വരും. ജഡത്തിന്റെ മോഹങ്ങൾ കടന്നു വരുമ്പോൾ ആത്മാവിനാൽ ആ മോഹങ്ങളെ ജയിച്ചേ മതിയാകത്തുള്ളൂ. അത് ശരിയാണ്. ഹൃദയത്തിൽ കയറി വരുന്ന മോഹങ്ങളുടെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ നിന്റെ ഹൃദയത്തെ വശീകരിക്കുന്നെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനെതിരെ നിൽക്കണം. അഭിഷേകത്തിന് ശക്തിയാൽ ആ പോരുകളെ ശാസിക്കണം. അത് അഭിഷേകമുള്ളവർക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ചെരുപ്പ് മേടിച്ചിടുന്നത് തെറ്റാന്നും പാപമെന്ന് പറഞ്ഞാൽ മോനെ പോയി നിന്റെ കേസ്. നീ നല്ല ചെരുപ്പ് മേടിച്ചിട്ട്, പക്ഷെ ആ ചെരുപ്പ് ഇട്ടേ പിന്നെ എനിക്ക് സുഖം കിട്ടിയെന്ന് പറയാൻ പാടില്ല. കാല് കിടക്കുന്നുണ്ട്, കാലിന് സുഖമുണ്ട്. നല്ല വസ്ത്രം, കോട്ടൺ ഡ്രസ്സ് കിട്ടിയാൽ നല്ലതാണ്. അതിനപ്പുറം എനിക്കതേ ഇടത്തുള്ളൂ. അത് പ്രശ്നമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പലത്. ചിലർക്കാണെ വില കൂടിയ വണ്ടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ചെറുതൊന്നും പോകാൻ മേല. ചിലരെന്ത് കളിക്കും? ചിലർ പറഞ്ഞ് എനിക്ക് വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ പോകും. അതും മത്സര ബുദ്ധിയാണ്.
ചിലരിൽ മത്സരബുദ്ധി നിൽപ്പുണ്ട്. എന്നിട്ട് അവരതിനെ പെയിന്റ് അടിച്ച് ആത്മീയമാക്കി കാണിക്കും. നോ 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 നോ, ജനത്തെ വഴിതെറ്റിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഭാഗം വായിക്കുന്നത്, അടുത്ത 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത്, ഇതിന് ശേഷമാണ് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. അപ്പോൾ ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല, ജഡത്തിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളെയും നമ്മൾ പിടിച്ചടക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞാൽ സ്തോത്രം മനസ്സിലാക്കുന്ന ഒരു പ്രയോജനമുള്ളതല്ലെന്നത്. അടുത്ത കാര്യം ശ്രദ്ധിക്കണം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. വിഷയം എന്നാന്നറിയാവോ? ഇതാ വിഷയം. നാം സ്നാനത്തോടുകൂടെ നമ്മുടെ പഴയ മനുഷ്യനെ അടക്കി നമ്മളുടെ ശരീരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി പുത്രൻ മരണവാസങ്ങളെ അഴിച്ച് ഉയർത്തതുപോലെ നമ്മുടെ ആത്മാവ് ഉയർത്തിരിക്കുകയാണ്. ഇനി ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ വർഷങ്ങളിൽ ഓരോന്നും, കർത്താവിന്റെ വരവ് വരെയും, അല്ലേ? അപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം പറയും, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അടുത്തത്, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. കണ്ടോ? പിതാവിന്റെ വലതുഭാഗത്തുള്ള ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അങ്ങനെയെങ്കിൽ നമ്മെ കർത്താവ് ഉയർപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലേക്ക് നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുവാൻ ഈ നാടുകളിൽ കർത്താവ് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായിട്ട് ആ കർത്താവ് നമ്മളെ ഒരുക്കുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുമ്പോൾ അത് വ്യക്തിപരമാണ്, അല്ലാതെ എല്ലാവരെയും ഒരുക്കുന്നതിന്റെ കൂടെ എന്നെ ഒരുക്കുന്നു അല്ലെങ്കിൽ സ്വതന്ത്രം എല്ലാവരും. ഇത് കളക്റ്റീവ് അല്ല, ഇത് ഇൻഡിവിജ്വൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പേഴ്സണലായിട്ട് നടക്കേണ്ട കേസാണിത്. പേഴ്സണലായിട്ട് നടക്കണം. നമ്മുടെ ഗ്ലോറിഫിക്കേഷന് വേണ്ടിയുള്ളത് ദൈവം നമ്മളെ ഈ നാളിൽ ഒരുക്കിക്കൊണ്ടിരിക്കണം. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അത് ഈ ശരീരത്തിന് പറഞ്ഞാൽ ഗ്രഹിക്കത്തില്ല. നമ്മുടെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും നിത്യമായ ദേശത്തെ, അതിന്റെ മഹത്വത്തെ. അത് നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സമർപ്പിക്കുകയും അവന്റെ രാജ്യത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയും ചെയ്യണം. ആമേൻ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ളതല്ല. കണ്ടോ? ഭൂമിയിലുള്ളതല്ല. നമുക്ക് പലർക്കും, പല വിശ്വാസികൾക്കും ഭൂമിയിലുള്ള കാര്യം മാത്രമേ ചിന്തയുള്ളൂ. ഇവിടത്തെ കാര്യം തൻ്റെതല്ലാത്ത കാര്യം വരെയും തൻ്റെ തോളത്തിരുന്നോണ്ട് ചെവി കടിച്ചോണ്ടിരിക്കുക. അനേകർക്ക് അത് മനസ്സിലാകുന്നില്ല. ഞാൻ പറയട്ടെ, തോളിലിരുന്ന് നിന്റെ ചെവി കടിക്കുന്ന വിഷയങ്ങൾ തോളത്ത് ഊരുത്തിക്കളാ. നിനക്ക് ഗുണമില്ലാത്ത മറ്റുള്ള പല വിഷയങ്ങളാണ് നിന്നെ സ്വാധീനിക്കുന്നെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് കളയുക. കർത്താവ് പ്രതീക്ഷിക്കുന്ന വിധത്തിലൊരു വളർച്ച നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. എന്താണ് അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്? അവിടെ പറയുന്നത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ. അടുത്തത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ മരിച്ചോ? സ്നാനത്തോടുകൂടെ നമ്മൾ മരിച്ചോ? സ്നാനത്തിൽ അവനോടുകൂടെ അടക്കപ്പെടുകയും സ്വതന്ത്രം അവനോട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാരശക്തി വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അടക്കിയോ? നമ്മളെ അടക്കിയോ? സ്നാനത്തിൽ നമ്മൾ അവനോടുകൂടെ അടക്കി. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ കർത്താവിനോട് അടക്കപ്പെടാത്തവൻ ആർക്കും തന്നെ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ കഴിയത്തില്ല. കാര്യം ജഡം ഇതുവരെയും അവന്റെ പാപ മനുഷ്യന് സ്വതന്ത്രം പാപനിമിത്തം, ആ മരണം നിമിത്തം അടക്കം സംഭവിച്ചിട്ടില്ല. ആമേൻ. ജഡം എന്ന് പറയുന്നത് ഈ മർത്യശരീരത്തെ കുറിച്ചല്ല പറയുന്നത്, നിന്റെ പാപ മനുഷ്യന്റെ അടക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആണല്ലേ പാപ മനുഷ്യനെ അടക്കേണ്ടതിന് നീ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ, വെള്ളത്തിൽ നിന്റെ ശരീരം മുങ്ങുമ്പോൾ നിന്റെ പാപ മനുഷ്യനെ അടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആമേൻ. അപ്പൊ സ്നാനപ്പെട്ടവർക്കേ ഈ വചനങ്ങൾ ബാധകമാകുന്നുള്ളൂ. ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ നമ്മൾ വെളിപ്പെടുകയാണ്, റിവീൽ ചെയ്യാൻ പോവുകയാണ്, നമ്മൾ അപ്പിയർ ചെയ്യാൻ പോവുകയാണ്, വെളിപ്പെട്ടു വരും. അപ്പോൾ കർത്താവ് പ്രത്യക്ഷമാവുമ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുയേശുവിലൂടെ മറഞ്ഞിരിക്കുന്നു. അവന്റെ പ്രത്യക്ഷതയിൽ നാമും പ്രത്യക്ഷമാവും. ഇതാണ് നമ്മുടെ മേലുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അടുത്ത വാക്യം വായിക്കുന്നത് എന്താണ്? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി,
അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇവ സ്വന്തം നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. കണ്ടു? അപ്പോൾ ഭൂമിയിലുള്ള അവയവങ്ങൾ എന്താണ് ഈ പറയുന്നതെല്ലാം ഉണ്ട്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം. ഈ ദുർമോഹം എന്നൊക്കെ പറയുന്നത് വെറുതെ ഉള്ള കേസല്ല കേട്ടോ. ചിലർക്ക് ചിലത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം. എങ്ങനെ അത് കിട്ടണം? അടുത്തത് ദുർമോഹം, അടുത്തത് വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഒരു വീട് ഓൾറെഡി ഉണ്ട്, പോരാ, വേറൊരെണ്ണം, അതും പോരാ. അടുത്തത് നിനക്കുള്ളതിൽ തൃപ്തിപ്പെടാൻ നിനക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ മകനെ, നിന്റെ പേര് അത്യാഗ്രഹത്തിന്റെ ലിസ്റ്റിൽ പെടും കേട്ടോ. അല്ലെങ്കിൽ നിന്റെ പേര് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിലുണ്ടെങ്കിൽ അക്കരെ നാട്ടിൽ പോകത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഹൃദയത്തിലാണ് ആദ്യം ഉണ്ടാകുന്നത് അല്ലേ? ഹൃദയത്തിൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇങ്ങനെ ഭൂമിയിലുള്ളത് നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. സ്തോത്രം. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിലൂടെ അതിരാഗം കയറി വരും, നമ്മുടെ ഹൃദയത്തിലൂടെ ദുർനടപ്പ് കയറി വരും, അത്യാഗ്രഹം കയറി വരും. അതുപോലെ ആ പറയുന്ന പോലെ സ്തോത്രം ഹാളിൽ അവിടെ വായിക്കുന്ന എന്താണ്? അശുദ്ധി, ഇതെല്ലാം നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കണ്ണുകളിൽ വരും, നമ്മുടെ നാക്കിൽ വരും, നമ്മുടെ ചെവിയിൽ കേട്ടോണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ ചിലരുടെ കണ്ണ് തുറന്നിരുന്ന വ്യഭിചാരത്താൽ തന്നെ കണ്ണ് തുറന്നിരുന്ന വ്യഭിചാരം മാത്രം ചെയ്യുന്നവരുണ്ട്. കണ്ണ് തുറന്ന അവന് കാണുന്നതെല്ലാം വ്യഭിചാരമായിരിക്കും. അവന്റെ ചിന്താഗതികൾ വ്യഭിചാരമായിരിക്കും, ദുർനടപ്പായിരിക്കും. അതങ്ങനെ അവസ്ഥയുള്ളവരുണ്ടെങ്കിൽ ഇതിനെ മരിപ്പിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്തിനാ? അക്കരെ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ മരിപ്പിച്ചേ കഴിയത്തുള്ളൂ. കാര്യം, നാം അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം പ്രത്യക്ഷമാകും. അവൻ വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ വെളിപ്പെടും. ആ വലിയ പദ്ധതിക്കായിട്ടാണ് കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശരീരം രൂപാന്തരപ്പെടില്ല. ഹല്ലേലൂയ. നമ്മൾ ഫോൺ എടുത്തേ ഈ പറയുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ, അല്ലേ? ഇടുന്ന ഓരോ മനുഷ്യരുടെ പോസ്റ്റുകൾ നോക്ക്, ഈ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളല്ലേ കിടക്കുന്നത്. പല ഗ്രൂപ്പുകളും നോക്ക്, ഇതല്ലേ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ലോകം എന്ന് പറയുന്നത് ഇവിടുന്ന് പോകാനുള്ളവർ, ഇവിടെ കിടക്കാനുള്ളവരാ. ഇതിന്റെ ഇടയിൽ നീ അറിവില്ലാത്തവനായിട്ട് പോയി ചെന്ന് കയറരുത്. കാര്യങ്ങൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ച ഈ ശരീര രൂപാന്തരം പ്രാപിക്കണം. അവന് എൻ്റെ വലിയ ഒരു ഉത്തരവാദിത്വം കിടപ്പുണ്ട്. ഞാൻ ഒരുങ്ങണം. എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ പോരാടുന്ന പാപത്തിന്റെ പ്രമാണങ്ങളെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ജയിക്കണം. അതിനെ മരിപ്പിക്കണം, അവയവങ്ങളെ മരിപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. അവിടെ ശ്രദ്ധിക്കണം, വാക്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. കണ്ടോ? മരിപ്പിക്കാൻ നമ്മൾ ചെയ്യണോ? അത് അത്യാഗ്രഹം കടന്നു വരുമ്പോ പറയണം, നോ, എനിക്ക് ആവശ്യമുള്ളതുണ്ട്. അതിനപ്പുറം കൊണ്ടുവരുന്നത് സാത്താന്റെ തന്ത്രമാണ്. യേശുവിന്റെ നാമത്തിൽ എന്റെ മനസ്സിൽ നിന്ന് അത്യാഗ്രഹത്തിന്റെ ശക്തി വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ ജർമ്മനിയിൽ നിന്ന് വരില്ല, നീ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? സ്വതന്ത്രം. ഞാൻ ആദ്യം പറയുക, ചിലരുടെ കണ്ണ് എവിടെ ചെന്നാലും ചിലരുടെ ഹൃദയം മുഴുവൻ വ്യഭിചാരമാ. ചിലരെ സംബന്ധിച്ച് നോക്കുന്നത് ഇന്ന് അതിന്റെ ഈ സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ ഒരു കാലഘട്ടമായത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഏത് വിധത്തിലും സ്വാധീനിക്കണം, സ്തോത്രം, ഏത് വിധത്തിലും ആകർഷിക്കണം, അവനെ വീഴ്ത്തണം, ഇവൻ അടിമയാക്കി തീർക്കണം. ഇത് കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. ഈ ഭൂമി മുഴുവൻ ഇതിന്ന് നിറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഈ ശക്തി പല വിധത്തില് സ്തോത്രം വന്ന് അനേകരെ കീഴ്പ്പെടുത്തുമ്പോൾ നീ അതിൽ നിന്ന് ഒഴുകിയിരുന്നോണം കേട്ടോ. ഹല്ലേലൂയ. അനേകർക്ക് അറിയത്തില്ല. ചിലർ ചിന്തിക്കുന്ന എന്നാ പറയാ, ആരും അറിയുന്നില്ലല്ലോ, ഞാനിതൊക്കെ ചിന്തിക്കുന്നത് ഇപ്പൊ ആരാ ഇപ്പൊ അറിയുന്നു? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നൊക്കെ ഇതാ, ഞാൻ കേൾക്കുന്ന ഇതാ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ സ്കാൻ ചെയ്യുകയാണ്. ഈ ഹൃദയമായിട്ടാ സ്കാൻ ചെയ്തത്, ഈ കാഴ്ചപ്പാടുമായിട്ടാ നിന്റെ കണ്ണുകൊണ്ട് നീ സ്കാൻ ചെയ്യുന്നത്.
നീ പാപമായി ചെയ്യുന്ന അറിയുന്നുണ്ടോ ഇത്? നീ ഈ ചെയ്യുന്ന പ്രവൃത്തി ദൈവസന്നിധിയിൽ കുറ്റം വിധിക്കപ്പെടുന്ന വിഷയമാണ്. നീ പോകത്തില്ല. എന്നാൽ ഇന്നുണ്ടാകുന്നത് ഇങ്ങനെയാണ് അനേകർ വീണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല. അതിനുപരി എന്നാ കാണിക്കും? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാതെ ഇരിക്കുകയാണെന്ന്. അപ്പൊ എന്നാ ഗുണം? അപ്പൊ എല്ലാവരും വിശുദ്ധന്മാരായില്ലേ? ഞങ്ങളുടെ നടത്തുന്ന ദൈവദാസൻ ഞങ്ങളെ കുറിച്ച് ഒരു കുറവ് പോലും പറഞ്ഞിട്ട് അതിന് അർത്ഥം എന്നാ? ഞങ്ങളെല്ലാ സഭ ഒന്നടക്കം വിശുദ്ധന്മാരാണ്. അപ്പോ തിരിച്ചൊരു ചോദ്യം, അപ്പൊ നിങ്ങൾ പോകുന്നിടത്തേക്ക് ദൈവദാസൻ പോകും? തീർച്ചയാവും. യുവമാരെങ്ങോട്ടാ പോകുന്നതെന്ന് ദൈവദാസൻ അറിയത്തില്ലെന്ന് സ്വർഗത്തിനറിയാം. അവരെങ്ങോട്ട് പോകും? അങ്ങോട്ട് ഈ ദൈവദാസൻ പോകുന്നു ഇവര് പറഞ്ഞാൽ സൂക്ഷിച്ചോണം. ഈ കണ്ട സ്തോത്ര കാഴ്ച ദശാംശം മേടിച്ച് തിന്നിട്ട് ആളെ ഇവരെയൊക്കെ നരകത്തിൽ വിട്ട് അവര് പറയുന്നത് കേട്ടോ, ഞങ്ങൾ പോകുന്നിടത്ത് ഇവനും വരുമെന്ന്. കാര്യം ദൈവസന്നിധി ചെന്ന് ചോദിക്കേ, ഇത്രയും ഞങ്ങളെ വഴിതെറ്റിച്ച് സത്യം പറയാതെ ഞങ്ങളുടെ കയ്യിലുള്ള നന്മകളെല്ലാം മേടിച്ച് പ്രാപിച്ച് ഈ വ്യക്തി ജീവിച്ചു, എന്നിട്ട് അവൻ സ്വർഗത്തിൽ ചെന്നാൽ കർത്താവ് അത് നീതിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അവിടെ തീരുമാനിക്കും. സ്വർഗീയ കോടതി ഇടപെടുമല്ലോ. ഇവൻ ഈ ദൈവദാസൻ മരിക്കുമ്പോൾ തന്നെ ഇവന്റെ ആത്മാവ് അങ്ങോട്ട് പോകും, പാതാളത്തിലേക്ക് വരിക. അവിടുന്ന് വിളി, ഇൻവിറ്റേഷൻ കൂടുതൽ സ്വർഗത്തിൽ നിന്നല്ല നരകത്തിൽ നിന്നാ വിളി. ഞാനൊരു കാര്യം പറയാം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് നിന്റെ കോളിങ് സ്വർഗത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം കേട്ടോ. എന്റെ മേൽ കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. ഞാൻ ചെല്ലുന്നിടത്ത് അവന്റെ കരവിറങ്ങി വന്ന് എനിക്ക് കർത്താവിന്റെ പദ്ധതി വെളിപ്പെടുന്നുണ്ടെന്ന് വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവം ഉണ്ടായിരിക്കണം കേട്ടോ. കർത്താവിന്റെ വരവിൽ നീ എടുക്കപ്പെടണമെങ്കിൽ ഇതാ. ചിലര് പ്രവാചകന്മാര് മാത്രം ആത്മാവിലാകുന്ന, പ്രവാചകന്മാര് വരുമ്പോൾ ആത്മാവിലാകുന്ന വിശ്വാസിയുണ്ട്. ആരെങ്കിലും ഉന്തിത്തള്ളി സ്തോത്രം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു, എടേ പൊന്നെ നീ പോക്ക, ഒരു സംശയം വേണ്ട, നീ പോക്ക. ഹല്ലേലൂയ. നീ ആരേലും കണ്ടിട്ട് പുറകെ നടക്കുന്നാണെങ്കിൽ അടിവരയിട്ട് പറയാം, നീ പോകുകയില്ല. കർത്താവിന്റെ കാഹളനാഥത്തിൽ നീ പോകത്തില്ല. കാരണം എന്നാന്നറിയാവോ? നീ ഇതുവരെ വ്യക്തിപരമായ ജീവിതത്തിൽ പാപത്തെ ജയിച്ചിട്ടില്ല. ഉണ്ടോ? ഒന്ന് ചിന്തിച്ചോ കേട്ടോ. വ്യക്തിപരമായിട്ട് ചിന്തിച്ചോ. വ്യക്തിപരമായ ജീവിതത്തിൽ പാപത്തെ ജയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉള്ളവർക്ക് അക്കരെ നാട്ടിലേക്കുള്ള പോകാനുള്ള വഴി തെളിയും. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോന്ന്? പാപത്തിനെതിരെ പ്രസംഗിക്കുമ്പോ ചിലതിൻ്റെയൊക്കെ മുഖവും കണ്ണൊക്കെ പോകുന്നതാണ്. അതില്ല ഗോലിയാത്ത് തൂങ്ങിച്ചാവും. അതുപോലത്തെ നോട്ടമുള്ളവരുണ്ട് അല്ലേ? കാരണം എന്നാ? ഇതാണ് അതിന്റെ കാരണം. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഘടകം ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവന്റെ ശരീരം രൂപാന്തരപ്പെടത്തില്ല. ആമേൻ. അവിടെ വായിക്കുന്നത് എന്താണ്? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ളത് നിങ്ങളുടെ അവയവങ്ങളിൽ മരിപ്പിക്കും. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. അടുത്തത്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പൊ അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ലോകമോഹത്തിലേക്ക് മനസ്സും ശരീരത്തിന്റെ അവയവങ്ങളും ഏതെങ്കിലും കാര്യങ്ങളിൽ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെടുകയല്ല, ദൈവകോപം അവന്റെ മേൽ വരികയാണ് ചെയ്യുന്നത് എന്ന് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക. ആരുടെ മേലാണിത്? സ്നാനപ്പെട്ടിട്ട് സ്വന്തം പാപത്തെ ജയിക്കാതിരുന്ന് നിങ്ങളുടെ ശരീരത്തെ തോന്നിയ പോലെ വിടുന്നവർ. പാപത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകും. എന്നാന്നറിയോ? അതിനെ കുറിച്ച് കേൾക്കുമ്പോൾ അത്ര ഇളക്കവാ. ഹല്ലേലൂയ. എപ്പോഴാ വരുന്ന രസം? എപ്പോഴാന്നറിയാവോ? കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധന്മാർ എഴുന്നേറ്റ് കർത്തന്റെ രാജ്യത്തിൽ ചേർക്കപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? പാപത്തെ ജയിക്കാത്തവനെല്ലാം ഇവിടെ കൊതുകിനെ അല്ലെങ്കിൽ വേണ്ട ഉറുമ്പിനെ തീയിലേക്ക് തട്ടിയിടുന്നത് പോലെ എല്ലാം കൂടെ ഇവിടെ വീഴും. ആരുടെ ഇടയിലേക്ക് വീഴുന്നത്? നിന്നെ പോലെ തന്നെ രക്ഷിക്കപ്പെടാതെ, നിന്നെ പോലെ തന്നെ പാപത്തെ ജയിക്കാത്ത പാപികളുടെ ഇടയിലേക്ക് നീ ചെന്ന് വീഴും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, സ്നാനപ്പെട്ടവൻ കർത്താവിന്റെ രാജ്യത്തിൽ പോകാതെ ഇവിടെ തള്ളപ്പെട്ട് കഴിഞ്ഞുള്ള മാനസികാവസ്ഥയെ നീതിച്ചേ. അവൻ ഭൂമിയിലെ സകല പൂവും ചെവി വെച്ചോണ്ട് ഓടും. എന്നാന്നറിയാം? അവന് വചനം അറിയാം. കാര്യം എങ്ങനെയായിരുന്നറിയാം. ഇനി വരാൻ പോകുന്നത് എന്നാന്നുള്ള കറക്റ്റ് അറിയാം. ഇപ്പൊ ഏറ്റവും വലിയ നീ പാപത്തെ ജയിക്കാത്തത് കൊണ്ടാണ് കർത്താവിന്റെ രാജ്യത്തിൽ പോകാൻ കഴിയാത്തതെന്നുള്ള വലിയ സത്യം അവന്റെ മനസ്സിനെ വേട്ടയാടുമ്പോൾ ഇതിനോട് ഓടി നടക്കുന്നേ. പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസന്മാരും കാണത്തില്ല. അവരൊക്കെ അക്കരെ നാട്ടിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി അവരുടെ പ്രതിഫലവും മേടിച്ച് അവിടെ സെറ്റിലാവും. ആമേൻ.
കർത്താവിന്റെ സന്നിധിയില് കർത്താവ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇരിക്കുന്നിടത്ത് തന്റെ മക്കളും അവിടെ ഇരുന്ന് അവരുടെ പ്രതിഫലം മേടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവിടെ ഈ ദിവസങ്ങളിൽ നാളുകളിൽ ഒരു ജീവിതത്തിൽ ഒരു പാപത്തെ പോലും ജയിക്കാതെ അലക്ഷ്യമായിട്ട് ജീവിക്കുന്നവര് കൈവിടപ്പെടുമ്പോൾ അറിയാം കേട്ടോ. ഹല്ലേലൂയ. ബഹുഭൂരിപക്ഷം പാസ്റ്റർമാരും വിശ്വാസികൾ നല്ലൊരു കൂട്ടം ഇവിടെ കിടക്കും. കാരണം വചനമോ ഇതിന്റെ ഉപദേശമോ ഒന്നും അറിയത്തില്ല. പലർക്കും അറിയത്തില്ല. പാസ്റ്റർമാരിൽ തന്നെ പലരും പലതും അറിയാമെന്ന് അവകാശപ്പെടുന്നവരെ ചെന്ന് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയത്തില്ല. എവിടാ കുഴപ്പം കിടക്കുന്നേ? അപ്പം കുരുടനെ വഴി കാട്ടുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. അടുത്ത വചനം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലായിരുന്നോ ഹൃദയം? ഞാനൊരു കാര്യം പറയും, രക്ഷിക്കപ്പെടാത്തൊരു പാപ മനുഷ്യന്റെ അടുക്കലേ വലിയ റിലേഷന് പോകരുത്. എന്നാന്നറിയാം, അവൻ ബേസിക്കലി പാപിയാണ്. അവനിൽ ആ പാപ സ്വഭാവം നിൽക്കുന്നുണ്ട്. അവൻ എത്ര നല്ലവനാന്ന് പറഞ്ഞാലും അവനിൽ ആ പാപ സ്വഭാവം നിൽക്കുന്നിടത്തോളം അവൻ അപകടകാരി തന്നെയാണ്. കാര്യം, നാം ക്രിസ്തുവിനെ ധരിച്ചു, അല്ലെ? നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ് സ്നാനപ്പെട്ടവര്. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നതിന് മുമ്പ് ആരെയാ ധരിച്ചിരുന്നേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ ആരെയാ ധരിച്ചത്? പിശാചിനെ അവന്റെ പ്രവർത്തികളെയും ധരിച്ചിരുന്നവരായിരുന്നു നമ്മൾ അതിനെ അഴിച്ചു കളഞ്ഞിട്ടാണ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കണം. ഈ കാര്യങ്ങളെ നമ്മൾ വളരെ ആഴത്തിൽ ബോധ്യമുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ വചനം പറയുന്നു, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. അടുത്തത്, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവിൻ. കണ്ടോ? ഒന്നും കൂടെ ലിസ്റ്റ് വായിക്കാം. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം ഇതൊക്കെ വിട്ടവരുടെ കാര്യം പറയുന്നത്. സ്നാനപ്പെട്ടിട്ടും കർത്തൃമേശ എടുക്കുന്നവനും ഈ രോഗം ഉണ്ടെങ്കിൽ നീ നരകത്തിൽ പോകും കേട്ടോ. സ്നാനപ്പെട്ട നീ, കർത്തൃമേശ എടുക്കുന്ന നീ, അന്യഭാഷയിൽ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നീ, ആത്മാവ് വേറെയാ അതോ വേറെ വിഷയം? ആമേൻ, സ്തോത്രം. അങ്ങനെ പോകുന്ന നീ ഈ പറയുന്ന ഏതെങ്കിലും കാര്യം നിങ്ങളുടെ അവയവങ്ങൾ, ഹൃദയത്തിലാകട്ടെ, നാവിലാകട്ടെ, നിന്റെ കണ്ണുകളിലാകട്ടെ, നിന്റെ ചിന്തകളിലാകട്ടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നുകൂടെ വായിച്ച കോപം. ചിലർ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ തിരുമും. അവന്റെ അകത്ത് കിടക്കുന്ന കോപത്തിന്റെ പിശാച് ഇറങ്ങി വരുമ്പോ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാ? നിന്റെ ഹൃദയത്തിൽ അതാണ്. അത് അവന്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്ന കോപം അവന്റെ വായിലൂടെ വെളിപ്പെടുമ്പോ ഉണ്ടല്ലോ, അവന് കൺട്രോൾ വിട്ടുപോകും. ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്, കൺട്രോൾ വിട്ടുപോകും. വിശ്വാസിയെ സ്നാനപ്പെട്ടിട്ടുണ്ട്, കർത്തൃമേശ എടുക്കുന്നതാ, സങ്കീർത്തനം പ്രബോധിപ്പിക്കും, പക്ഷേ കോപം വന്ന കൺട്രോൾ വിട്ടുപോകുന്നവരുണ്ട്. നിന്റെ കൺട്രോൾ പോയ അകത്ത് ഭൂതവിരിപ്പുണ്ട്. ആ ഭൂതത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതലാകണം. നിന്നെ കോപിക്കുന്ന ഭൂതാത്മാവ് അകത്തിരുത്തി നിന്നെ സ്വത്രം കോപിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. നിന്റെ അവയവങ്ങളെ, നാവിനെ, നിന്റെ മനസ്സിനെ അതിന് വിട്ടുകൊടുക്കത്തില്ല. ദൈവസന്നിധിയിൽ കൃപയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവ കൃപയിൽ നിറയണം. നിങ്ങളുടെ മനസ്സ് ദൈവ കൃപയിൽ നിറയണം കേട്ടോ. ഹല്ലേലൂയ. ദൈവകൃപയിൽ നിറയണം. ചിലരൊക്കെ ഇപ്പൊ കൊച്ചു പിള്ളേർ നോക്കുന്ന പോലെ ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഇവിടെ ഇരിക്കും. വേറെ കുറെ കൂടെ നീ കാണാനുണ്ട് നിന്റെ കണ്ണിൽ കൂടെ. കർത്താവിന്റെ രാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ നിലവാരത്തിൽ ഒരുങ്ങി കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടാലേ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കട വായിക്കുന്നു, കോപം, ക്രോധം, ഈർഷ്യ. കോപത്തിന്റെ വലിയ എക്സ്ട്രീം സ്റ്റേജാണ് ക്രോധം എന്ന് പറയുന്നത്. വലിച്ചൊരൊറ്റ ഏറ കണ്ടോ. നീ എവിടെ സ്വർഗത്തിൽ പോകുന്ന പറയുന്നത്? എന്നെ ഇരുത്താൻ നരകത്ത് സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. നീ അറിയാമോ നിനക്കത്? കോപം, ക്രോധം അകത്ത് കോപം പോയിക്കൊണ്ടിരിക്കും. ക്രോധം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് എക്സ്പോസ് ആവും. അടുത്ത് വരുന്നവർക്ക് അത് പ്രതികരിക്കാൻ തുടങ്ങും. പ്രതികരണം പല വിധത്തിലായി, ഉപദ്രവങ്ങളായും പല വിധമായിട്ട് പുറത്തു വരും.
ഇങ്ങനെ ആയിരുന്നു, ഇന്നും നീ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അടിവരയിട്ട് വരാൻ സ്വർഗത്തിന്റെ കവാടം കാണത്തില്ല. നീ ആരായാലും ശരിയാ, നീ എങ്ങനെ ആയാലും ശരിയാ. സോ അത് ഏത് വിധത്തിൽ പറഞ്ഞാലും ശരി, ഈ വചനം അങ്ങനെയാ. നീ കർത്താവിന്റെ രാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ല. എന്താണ് ആ വാക്യം പറയുന്നത്? കോപം, ക്രോധം, അടുത്തത് ഈർഷ്യ, അടുത്തത് വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. ഈ ദൂഷണം, ദുർഭാഷണം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം, ഒറ്റ ലൈനെ കെട്ടാൻ കൊള്ളാം. ഈ 3 കേസും കൂടെ മനസ്സിലാവുന്നുണ്ടോ? ഇത് 3 ഒരൊറ്റ കുറ്റി അടിച്ചാൽ ഈ 3 ഈ കുറ്റിയെന്ന് പോകും. ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളയുവീൻ. കണ്ടോ? വിട്ടുകളയണം. ഇത് വിട്ടുകളയണം. ഇത് നിനക്ക് നിയന്ത്രണമില്ലെങ്കിൽ ആരാണ്ട് നിന്റെ ഉള്ളിൽ വന്നിരുന്ന് നിന്നെ നിയന്ത്രിക്കില്ല. നീ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിക്കണം. നമ്മളിവിടെ പറയുമ്പോൾ കൈ അടിച്ച് പൊട്ടിച്ച് പാടുന്നൊരു പാട്ടുണ്ട്, ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ചെന്ന്. പാടിയാ പോരാ, ലൈഫിൽ ഇത് ആപ്ലിക്കബിൾ ആകണം. മനസ്സിലാകുന്നുണ്ടോ? ദൈവ കൃപയിൽ ആശ്രയിച്ചാലേ ഈ കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുന്നുണ്ട്. ദൈവ കൃപയിൽ ആശ്രയിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഈ സ്നാനപ്പെട്ടവരും തിരുമാശ എടുക്കുന്ന ആർക്കാന്നറിയാം ഈ ശക്തി കരുതി? ഈ അഭിഷേകം ഇല്ലാത്തവരിലാണ്. അഭിഷേകത്തിന് ശക്തി ഇല്ലാത്ത ഇവർക്ക് എപ്പോഴും ഉള്ളിൽ കുറ്റബോധം കാണും. ഇവർ അന്യഭാഷ ആരാധിക്കില്ല. പിന്നെ ഇവർക്ക് അകത്ത് അഹങ്കാരം കാണും. ഇവന്റെ പ്രാർത്ഥന, ആരാധന രണ്ടുപേര് കാണണം. ആ ചിന്തയിലാണ് ഇവൻ അന്യഭാഷ പറയുന്നത്. നീതിച്ചോടം ആ പറയുന്ന അന്യഭാഷയും വേറെയാണ്, അവന്റെ ആഗ്രഹവും വേറെയാണ്. അത് രണ്ടും കൂടെ കൊണ്ടേ എത്തിക്കുന്നത് നരകത്തിലാണ്. ദൈവ കൃപയിൽ എന്തിനാ കർത്താവ് കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നു പറഞ്ഞേ? എന്തിനാ നൽകിയിരിക്കുന്നത്? കർത്താവ് അഭിഷേകം നൽകിയിരിക്കുന്നത് എന്തിനാ? കൃപാവരങ്ങളെ നൽകിയത് ഇതിനെ ജയിക്കാനാണേ. അന്യഭാഷ നൽകിയിരിക്കുന്നത് എന്തിനാണ്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അവൻ ദൈവത്തിന്റെ കൃപകളെ പ്രാപിക്കും. ആ കൃപയിൽ ബലപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നടക്കൂല. അതിനൊക്കെ ജയിച്ച് മുന്നേറും. കോപവും ക്രോധവും ഈർഷ്യയിൽ വായിൽ നിന്ന് വരുന്ന ദൂഷണവും ദുർഭാഷണവും ഇതിൽ നിന്നെല്ലാം ആ വ്യക്തിക്ക് ഡെലിവറൻസ് കിട്ടും. അതിനെ ഓവർകം ചെയ്യാൻ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ വ്യക്തിയുടെ ഹൃദയത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ദൈവം അവനിൽ വസിക്കുകയാണ്. എന്നാൽ അത് നടക്കാത്ത, അതുകൊണ്ടാണ് ഈ നാളുകളിൽ നടക്കുന്ന വലിയൊരു സഭയ്ക്കകത്ത് ഈ കൃപാവരങ്ങളെ അല്ലെങ്കിൽ കർത്താവ് നൽകിയിരിക്കുന്ന വരങ്ങളെ വേറൊരു വിധത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സഭയ്ക്കകത്ത് കൃപാവരങ്ങളെ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് ഈ വരുന്ന തലമുറയ്ക്ക് അങ്ങനെ ഒരു ഇമേജ് കൊടുത്തോണ്ടേയിരിക്കും. ഇതൊക്കെ സാത്താന്റെ അജണ്ടയാണ്. കാര്യം ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ ജ്വലിച്ച് ബലപ്പെട്ട് കഴിഞ്ഞാൽ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയും, ആ വഴിയിൽ നിന്ന് രക്ഷ പ്രാപിക്കും. ഇത് പിശാചിന് അറിയാവുന്നതുകൊണ്ട് സഭയ്ക്കകത്ത് തന്നെ അന്യഭാഷയ്ക്ക് നേരെ വല്ലാത്ത വ്യാഖ്യാനം, കൃപാവരങ്ങൾക്ക് നേരെ വല്ലാത്ത വ്യാഖ്യാനം, ഇതിനെല്ലാം ദുർവ്യാഖ്യാനം പിശാച് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കാൻ കൃപയില്ലാത്ത ഒത്തിരി വിശ്വാസികളുണ്ട്. ശ്രദ്ധിക്കണം. ദൈവം നന്മ നല്ലതെന്ന് എണ്ണി നൽകിയതിനെ നീ കുറ്റം വിധിക്കുകയാണ്. നീ ഏത് ലേഖനമല്ല, നീ ആരുടെ പ്രസംഗം കേട്ടിട്ടല്ലേ, ആരുടെ ഡോക്യുമെന്ററി കണ്ടിട്ടാ, ആരുടെ പോസ്റ്റ് കണ്ടിട്ടാ നീ ഇതിനെതിരെയൊക്കെ സംസാരിക്കാനും ചിന്തിക്കാനും തുടങ്ങിയത്? നിന്നിൽ അഭിഷേകമില്ല. ദൈവത്തിന്റെ ആത്മാവിൽ നിൽക്കുന്നവരെല്ലാം നീ വിധിക്കും. അവന് ഏത് ആത്മാവില്ല, ഇവരേത് ആത്മാവില്ല. നിന്നിൽ ഏത് ആത്മാവിലാന്ന് ആദ്യം നോക്കുക. ദൈവാത്മാവിൽ നീ നിന്റെ ശരീരത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ മനസ്സിലാക്കണം കേട്ടോ, ഭൂതാത്മാവായിരിക്കും ശരീരത്തെ വാഴുന്നത്. ആരോടും പറയേണ്ട കാര്യമില്ല. കോപം എന്തൊക്കെയാണ് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം. അടുത്ത ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളയുവേ. വിശ്വാസത്തിൽ വന്നിട്ട് തെറി പറയുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. തെറി പറയുക, എന്തെങ്കിലും പ്രത്യേക സാഹചര്യം വായിൽ നിന്ന് അറയ്ക്കുന്ന തെറി പറയുന്ന വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാ? അവർക്ക് ഈ ബോധ്യമില്ല. ഹല്ലേലൂയ. അത് സാരമില്ല, ബലഹീന സമയമാണ്, കുഴപ്പമില്ല, ഇനിയും പറഞ്ഞോ, വീണ്ടെടുപ്പുണ്ടല്ലോ, ഇല്ലെന്നേ ഉള്ളൂ, ഇവിടെ കിടക്കാം. 7 മുദ്രയൊക്കെ പൊട്ടിക്കുമ്പോൾ നിന്റെ തലയിൽ കൂടെ വന്ന് വീഴുമ്പോഴറിയാം എന്റെ സുഖം എന്നാന്നുള്ളത്. നിന്നെ കുത്താനായിട്ടാണ് അവിടെ അഗാധ കൂപം തുറക്കുകയും അതിന് വെട്ടിക്കിളികൾ പുറപ്പെട്ടു വരികയും അഗാധത്തിന്റെ ദൂതൻ തന്നെ അവന് നേതാവായിരിക്കും. അവൻ വരും കുത്താനായിട്ട്. തെറി പറഞ്ഞ നിന്റെ വായിക്കിട്ട് തന്നെ കുത്തും, നിന്റെ നാക്കിട്ട് തന്നെ കുത്തും.
ഹല്ലേലൂയ. പാപം ചെയ്തതിന്റെ കണ്ണുകൾക്കിട്ട് കുത്തു കിട്ടും, നാവിനിട്ട് കുത്തു കിട്ടും. നീ പോറ്റി വളർത്തുന്ന പട്ടിയും പൂച്ചയ്ക്ക് ആ നേരം പറയും, സ്വർഗത്തെ ദൈവം പറയും, മകനെ, എന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്തവനാ നിന്റെ യജമാനെന്ന് നീ വിളിച്ച് ഇതുവരെ സേവിച്ചോണ്ടിരിക്കുന്നത്. കേറി കടിച്ച് എല്ലാം കൂടെ വലിച്ച് കീറിക്കോളാൻ പറയും. നോണ പറയുന്ന നാക്കും അടിക്കുന്ന കയ്യും വൃത്തികേട് കാണുന്ന കണ്ണൊക്കെ കാക്കയോട് പറയും, എല്ലാ പക്ഷികളോടും പറയും അവരുടെ കണ്ണ് കുത്തി പൊട്ടിച്ചോളാൻ പറയും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു ഭാഷയെ പറയുക, ബഹോദര കാലഘട്ടത്തെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു ഭാഷയെ പറയുക. മനസ്സിലാക്കണം സ്തോത്രം, വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധമില്ല മനുഷ്യർക്ക്. പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടു കഴിഞ്ഞു, അതിൽ കർത്താവിന്റെ കൃപയിലിരിക്കുന്ന മനുഷ്യരും എടുക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഈ ഭൂമിയിൽ ഒരു അവകാശമില്ല, ഭൂമിയിൽ തള്ളപ്പെട്ട മനുഷ്യരായിരിക്കും. അവരുടെ ഇടയിൽ ദൈവം വെളിപ്പെടുത്തുവാനിരിക്കുന്ന ന്യായവിധി വളരെ ഭീകരമായിരിക്കും. അത് തിരിച്ചറിയണം. അടുത്ത വാക്യങ്ങൾ വായിച്ച് നമുക്ക് തീർക്കാം. അവിടെ പറയുന്നത് സ്തോത്രം, വിട്ടുകളയുവിൻ, അന്യോന്യം ഭോഷ്ക് പറയരുത്. അടുത്തത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. കണ്ടോ, ഉരിഞ്ഞു കളയണം കേട്ടോ, ഉരിഞ്ഞു ഇന്ന് പകൽവേള നിങ്ങളുടെ പഴയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉരിഞ്ഞു കളയണം. ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഏതപ്പാ ഗോതമംഗലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസിയുണ്ട്. ഞാനൊരു കാര്യം, നിന്റെ കാര്യം കഷ്ടത്തിലായി പോകും. ഒന്നും മനസ്സിലാകാതെ ഇരിക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. സ്തോത്രം. അടുത്തത്, ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യരെ ധരിച്ചിരിക്കുന്നുവല്ലോ. കണ്ടോ, പുതിയ മനുഷ്യനെ, അതായത് ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ അവനോട് അനുരൂപമാകുവാനാണ് തേജസ് പ്രാപിക്കുന്ന ശരീരത്തിന് വേണ്ടി പുതുക്കം പ്രാപിച്ചിരിക്കുന്നത്. അവൻ മേഘത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ അവന് തുല്യമായിട്ട് നാമും രൂപാന്തരപ്പെടും. ഇതാണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർവവും എന്നില്ല, ബർബറിൽ ശകൽ ദാസൻ സ്വതന്ത്രനും എന്തുമില്ല, ക്രിസ്തു എത്ര എല്ലാവരിലും എല്ലാമാകുന്നത്. അതുകൊണ്ട് ഞാൻ മലയാളിയാണ്, ഇടുക്കി ജില്ലക്കാരനാണ്, ഈ ഐഡന്റിറ്റി ഇല്ല. രൂപാന്തരം പ്രാപിക്കുന്ന ശരീരം പ്രാപിച്ച് ക്രിസ്തുവിന് അനുരൂപപ്പെടുമ്പോൾ അവിടെ ഒരു വിധത്തിലുള്ള വേർതിരിവില്ലാത്ത ഒരു ലോകത്തിലേക്ക്, ഒരു രാജ്യത്തിലേക്ക്, ഒരു ശരീരത്തിലേക്കാണ് വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽനേരം അത്ര വലിയൊരു ഭാഗ്യപദ്ധതിക്കായിട്ട് നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ കുറവായുള്ളത് ഇന്ന് പകൽനേരം നീക്കി ദൈവസന്നിധി ക്രമീകരണത്തിലേക്ക് അടുത്തു വരുമെന്നൊക്കെ വേണം. ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഈ വചനങ്ങളെ സ്വർഗം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് ദൈവസഭയുടെ കണ്ണുകളെ നമ്മൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മുടെ